യേശുവേ രക്ഷകാ നിന്നിലാ സ്നേഹിക്കും ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും യേശുവേ രക്ഷകാ അങ്ങേയാ സ്നേഹിക്കും ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും. ആമേൻ. ഹല്ലേലൂയ. പറയണേ. Praise the Lord. Praise the Lord, Acha. Praise the Lord. Praise the Lord. Praise the Lord, praise the Lord. എന്തുണ്ട് വിശേഷം അച്ഛാ? രാജേഷ് ബ്രദർ, praise the Lord. Mute ഇല്ല, Praise the Lord. Mute ഇല്ല. രാജേഷ് ബ്രദർ, you are on mute. മാറ്റി രാജേഷ് ബ്രദർ mute ഇല്ല. മാറ്റി പ്രൈസ് ദി ലോർഡ്. യേശുദാസ് ബ്രദർ, Praise the Lord. വർഗീസ് ബ്രദർ, ശിവു ബ്രദർ. എന്നെ കരുതുന്ന വിധങ്ങളോർത്താ നന്ദിയാലുള്ളം നിറഞ്ഞിടുന്നേ. എന്നെ നടത്തുന്ന വഴികളോർത്താ ആനന്ദത്തിൻ അശ്രു പൊഴിഞ്ഞിടുന്നേ. എന്നെ കരുതുന്ന വിധങ്ങളോർത്താ നന്ദിയാലുള്ളം നിറഞ്ഞിടുന്നേ. എന്നെ നടത്തുന്ന വഴികളോർത്താ ആനന്ദത്തിൻ അശ്രു പൊഴിഞ്ഞിടുന്നേ. യേശുവേ രക്ഷകാ അങ്ങേ ഞാൻ സ്നേഹിക്കും ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും. യേശുവേ രക്ഷകാ അങ്ങേ ഞാൻ സ്നേഹിക്കും ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും. പാപക്കുഴിയിൽ ഞാൻ പാടിടാതെ പാദമുറപ്പുള്ള പാറമേൽ നീട്ടി പാടാൻ പുതുഗീതം നാവിൽ തന്നു. പാടും സ്തുതികൾ എന്നേശുവിന്. പാപക്കുഴിയിൽ ഞാൻ പാടിടാതെ പാദമുറപ്പുള്ള പാറമേൽ നിർത്തി പാടാൻ പുതുഗീതം നാവിൽ തന്നു. പാടും സ്തുതികൾ എന്നേശുവിന്. യേശുവേ രക്ഷകാ അങ്ങേ ഞാൻ സ്നേഹിക്കും ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും. യേശുവേ രക്ഷകാ അങ്ങേ ഞാൻ സ്നേഹിക്കും ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും. ഉള്ളം കലങ്ങിടും വേളയിലൻ ഉള്ളിൽ വന്നേശു ചൊല്ലിടുന്നു. എല്ലും ഭയം
ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും. യേശുവേ രക്ഷകാ, അങ്ങേ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും. ഓരോ ദിവസവും വേണ്ടതെല്ലാം വേണ്ടുമ്പോൾ നാഥൻ നൽകിയിടുന്നു. ഇന്നു തൃപ്തനായി തീർന്ന ശേഷം നന്ദിയാൽ സ്തോത്രം പാടുമെന്നും. ഓരോ ദിവസവും വേണ്ടതെല്ലാം വേണ്ടുമ്പോൾ നാഥൻ നൽകിയിടുന്നു. തൃപ്തനായി തീർന്ന ശേഷം നന്ദിയാൽ സ്തോത്രം പാടുമെന്നും. യേശുവേ രക്ഷകാ, അങ്ങേ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും. യേശുവേ രക്ഷകാ, അങ്ങേ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും. ദേഹം ക്ഷയിച്ചാലും യേശുവേ നിൻ സ്നേഹം ഘോഷിക്കും ലോകമെങ്ങും. കാണാൻ കൊതിക്കുന്നേ നിൻ മുഖം ഞാൻ, കാന്തവേഗം നീ വന്നിടണേ. ദേഹം ക്ഷയിച്ചാലും യേശുവേ നിൻ സ്നേഹം ഘോഷിക്കും ലോകമെങ്ങും. കാണാൻ കൊതിക്കുന്നേ നിൻ മുഖം ഞാൻ, കാന്തവേഗം നീ വന്നിടണേ. യേശുവേ രക്ഷകാ, അങ്ങേ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും. യേശുവേ രക്ഷകാ, അങ്ങേ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും. യേശുവേ രക്ഷകാ, അങ്ങേ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും. Praise the Lord. Hallelujah. നന്ദിയുടെ സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരങ്ങളെ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. കൃപയാൽ ഹല്ലേലൂയ. നമ്മൾ നാളുകളാൽ ആഗ്രഹിച്ച പ്രകാരം വീണ്ടും ചില ദിവസങ്ങൾ ഉപവാസത്തോടു കൂടി ആയിരിക്കാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് അല്പ നിമിഷങ്ങളായിരിക്കാൻ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന നല്ല സാവകാശത്തെ ഓർത്ത് നമുക്ക് നന്ദി ഹൃദയത്തോടുകൂടി ഈ രാത്രികാലവുമായിരിക്കാം. അതിനായിട്ട് നമ്മെ തന്നെ ഒന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളെല്ലാവരും ആ ദൈവ തേജസ്സിൽ മൂടിക്കൊണ്ട് ദൈവത്തിന്റെ കൃപയെ അനുഭവിച്ചുകൊണ്ട് ദൈവാത്മാവ് നിയന്ത്രിക്കപ്പെട്ടുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് രാത്രികാല അല്പ നിമിഷങ്ങൾ
ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കാൻ തക്കോണം നമ്മെ തന്നെ ഒന്ന് യോഗ്യതപ്പെടുത്തിയാട്ടെ, നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇന്ന് രാത്രികാലത്തെ അനുഗ്രഹ തടസ്സമായിട്ട്, ആത്മീയ ആരാധനയ്ക്ക് തടസ്സമായിട്ട്, ഇന്ന് വിടുതൽ അനുഭവിക്കാൻ തടസ്സമായിട്ട്, ഇന്ന് ആരാധനയിൽ വിടുതൽ വെളിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാവിധമായുള്ള കുറവുകളും കുറ്റങ്ങളും ക്ഷമിക്കണമേ, പൊറുക്കണമേ. നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ കർത്താവിനോടൊന്ന് യാചിക്കാം. ഹാലലൂയ. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഭവനങ്ങൾ ദൈവ തേജസ്സാൽ ഇന്ന് രാത്രികാലം മൂടുമാറാകട്ടെ. ഏത് വിഷയമായിക്കോട്ടെ, ഏത് ഭാരമായിക്കോട്ടെ, അതെല്ലാം ഒന്ന് സൈഡിലൂടെ ആക്കിക്കൊണ്ട് ഹാലലൂയ ദൈവത്തിന്റെ പൊന്മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അല്പനിമിഷങ്ങളായിരിക്കാൻ ദൈവ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഓ ഗ്ലോറി. ഓ ഗ്ലോറി. 2-3 പേർ അവന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യത്തിൽ എഴുന്നള്ളാമെന്ന് വായിച്ച നല്ല കർത്താവ് ഇന്ന് നമ്മുടെ ഓരോരുത്തരെയും ഭവനങ്ങളില്ല ഹല്ലേലൂയ അക്ഷരീയമായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് രാജാതിരാജന്റെ സന്നിധിയാണ് ഉത്തമ ബോധത്തോടുകൂടി, ആ കർത്തന്റെ സന്നിധിയിലാണ് ഉത്തമ ബോധത്തോടുകൂടി ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ചായിരിക്കാം. അതിനായിട്ട് ഒരു നിമിഷം നമ്മെ ഒന്ന് ശോധന ചെയ്യാം. ഓ ഗ്ലോറി ടു ഗോഡ്. എല്ലാവിധമായ കുറവുകളും കുറ്റങ്ങളും ക്ഷമിച്ച് കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാൽ വെച്ച രക്തത്താൽ ഒന്നുകൂടി കഴുകൽ പ്രാപിച്ചുകൊണ്ട് നമ്മൾ ആയിരിക്കുന്ന ഓരോ ഭവനങ്ങളും കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. പരിശുദ്ധനെ നന്ദിയുടെ സ്തോത്രം, കരുണാസമ്പന്നനെ നന്ദിയുടെ സ്തോത്രം, വാഗ്ദത്തങ്ങളിൽ വിശ്വസനെ നന്ദിയോടെ സ്തോത്രം. സ്വർഗത്തിൽ വസിക്കുന്ന നല്ല നാഥനെ ഹല്ലേലൂയ. അടിങ്ങളുടെ സ്വർഗ സുവിധാവെ അടിങ്ങളെ വാഴ്ത്തുന്നു വണങ്ങുന്നപ്പ. അടിങ്ങളുടെ ഉള്ളങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന നല്ല കർത്താവ് ഇന്ന് രാത്രികാലം അടിങ്ങളുടെ ഉള്ളത്തിൽ എല്ലാവിധമായ ചിന്താകുലങ്ങളും എല്ലാ ഭാരങ്ങളും ഒന്ന് മാറ്റി കർത്താവെ അങ്ങേ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ, അങ്ങേ മഹത്വം കരറ്റുവാൻ അടിങ്ങൾ ഉപവാസത്തോടുകൂടി ഹല്ലേലൂയ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് കർത്താവെ അങ്ങേ നിന്ന് ചിലതൊന്ന് പ്രാപിപ്പാൻ ഇന്ന് രാത്രികാലം കർത്താവെ അടിങ്ങൾ ആത്മീയമായിട്ടൊന്ന് ഉണരുവാൻ ഹല്ലേലൂയ അടുത്തൊരു തലത്തിലേക്ക് അടിങ്ങൾ ഉയർത്തുമാറാകണമേ. ഇന്ന് രാത്രികാലം കർത്താവെ ഹല്ലേലൂയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വചന ശുശ്രൂഷയ്ക്ക് കാത്തിരിപ്പാനില്ല. ആദ്യം മുതൽ തന്നെ അങ്ങയുടെ തേജസ്സാലടിങ്ങളെ മൂടിക്കൊള്ളുമാറാകണം, അങ്ങയുടെ കൃപാവരങ്ങളാലടികളെ നിറയ്ക്കുമാറാകണം. ഇന്ന് ജനം വിടുവിക്കപ്പെടട്ടെ. Glory to God. We thank you, Jesus. We praise you. Hallelujah. നമുക്ക് ഒരുമിച്ച് 10 നിമിഷങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കാം. ഏകാഗ്രപ്പെടുത്തിയാണ് ഐക്യമത്യത്തോടുകൂടി നമുക്ക് യാചിക്കാം. Thank you, Jesus. We praise you. നമ്മുടെ ചിന്തകൾ അവിടെ ഇവിടെയും പോകാതെ കർത്താവിന്റെ പൊന്മുഖത്തേക്ക് മാത്രമായിരിക്കട്ടെ നമ്മുടെ ദർശനം, ആ ക്രൂസിൽ മാത്രമായിരിക്കട്ടെ നമ്മുടെ ദർശനം. താങ്ക് യു ജീസസ്. പ്രൈസ് യു. നമ്മുടെ ഈ മീറ്റിങ്ങിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. പ്രൈസ് യു. നമ്മുടെ മധ്യത്തിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, പലവിധമായ പ്രതികൂലങ്ങളിൽ പ്രതിസന്ധിയിലായിരിക്കുന്നവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, ജോലിയുടെ ആവശ്യകതയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, കുടുംബത്തിലെ പ്രയാസങ്ങള് പ്രതികൂലങ്ങളുള്ളവരുണ്ട്, കുടുംബത്തിൽ സമാധാനമില്ലാതെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ഹല്ലേലൂയ കുടുംബ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഏത് വിഷയമായിക്കോട്ടെ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഏക മനസ്സോടെ ഏകാഹൃദയത്തോടെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം വിടുതലിന്റെ ദിവസമാണ്. അതുപോലെ ഹല്ലേലൂയ രോഗാവസ്ഥയിലായിരിക്കുന്ന ഹോസ്പിറ്റലായിരിക്കുന്ന പ്രിയ റോയിബദിനെ നമ്മുടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം കാത്തു ദൈവത്തിന്റെ കൃപയാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് ഹല്ലേലൂയ രാത്രികാലം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ സ്വർഗം തുറന്നവിടെ വിടുതൽ അയക്കുമാറാകണം. കർത്താവിന്റെ ആണിപ്പഴത്തിലെ കരം ഇപ്പൊ തന്നെ ആ പ്രിയ മകന്റെ മേൽ ഇറങ്ങുമാറാകണം. ഉച്ചമുതൽ ഉള്ളംകാൽ വരെ ദൈവ തേജസ്സാൽ മൂടുമാറാകണം. താങ്ക് യു ജീസസ്. വി പ്രൈസ് യു. അടുത്ത ദിവസം പൂർണ്ണ വിടുതലേറ്റിയ ഭവനത്തിലേക്ക് കടന്നു പോകുവാൻ തൊക്കണം ദൈവമായ കർത്താവ് സഹായിക്കണം. അതുപോലെ നമ്മുടെ അനിൽ ബദറിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്നവരെ കാക്കണം, പരിപാലിക്കണം, പൂർണ്ണ ബലത്തോടും പൂർണ്ണ ആരോഗ്യത്തോടും കണ്ട് സന്തോഷിപ്പാൻ ദൈവം സഹായിക്കുവാൻ ഇടയായി തീർന്നു. അതുപോലെ നമ്മുടെ പ്രിയ സോണിയ എസ്എസിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഉള്ളംകാൽ വരെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ ചിലക്കൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു അവസരമുണ്ട്. ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവര് ഹല്ലേലൂയ ആ മ്യൂട്ട് ഓൺ ആക്കിക്കൊണ്ട് ഓഫ് ആക്കിക്കൊണ്ട് മൂട്ട് മാറ്റിക്കൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാട്ടെ. ആരെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ.
ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്ന അപ്പച്ച, നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന Thank you, കർത്താവേ. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ വിശ്വസിനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനും ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, ഒരിക്കൽ കൂടി നിന്റെ പാദപീഠത്തിലേക്ക് അപ്പച്ചന്റെ മക്കളാ ഞങ്ങൾക്ക് ഉപവാസത്തോട് ആയിരിക്കാൻ തക്കണം എന്റെ ദൈവം ഈ അവസരം ഒരുക്കിയതിനാൽ സ്തോത്രം. ഞാനാകുന്നു വാഗ്ദത്തം പറഞ്ഞ ദൈവം ഞങ്ങളുടെ മധ്യ ഉള്ളതിനാൽ സ്തോത്രം. ഈ ഭൂമിയിൽ രണ്ടുപേരെ ഐക്യമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും നൽകി തരാമെന്ന് ദൈവത്തിന്റെ വചനമുണ്ടെങ്കിൽ അപ്പാ, ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മേൽ സ്വർഗം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ പരിപൂർണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. ഞങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് യഹോവ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഞങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് യഹോവ സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനമുണ്ടെങ്കിൽ എന്റെ അപ്പച്ചന്റെ മക്കളാ, ഞങ്ങൾക്ക് പാമ്പിനെയും തേടിനെയും ചവിട്ടാൻ അധികാരം ദൈവം ഞങ്ങൾക്ക് തന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഹല്ലേലൂയ. രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ ദൂതനെ ഇറക്കി ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ ഞങ്ങൾ അവകാശം പറഞ്ഞു പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവം വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ഹല്ലേലൂയ. മലകളെ മാറ്റുമെന്ന് ദൈവത്തിന്റെ വചനം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ വന്ന് അപ്പൊ അതിന് കുഞ്ഞുങ്ങളുടെ വേഗമാക്കാൻ പോകുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. വേദനയോട് വേദന കൂട്ടാത്ത ദൈവം ഹല്ലേലൂയ. കർത്താവ് മാത്രമാകിയാൽ സ്തോത്രം കർത്താവേ. എന്റെ ദൈവമേ സ്തോത്രം സ്തോത്രം അപ്പാ. നീ നല്ല ദൈവമാണ്. നീ ദോഷങ്ങളാൽ ഞങ്ങളെ പരീക്ഷിക്കുന്ന ദൈവമല്ല. എന്ത് ചെയ്താലും അത് ഗുണത്തിനായിട്ടാണെന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് കർത്താവേ, നിന്റെ പാദപീഠത്തിൽ ഒന്നുകൂടെ താണിരിപ്പാനുള്ള കൃപ നീ ഞങ്ങളുടെ മേൽ ഈ ദിവസങ്ങളിൽ അവിടുന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ അവിടുന്ന് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന കർത്താവേ. വൃക്ഷം പോലെ ഞങ്ങള് ദൈവത്തിന്റെ ആത്മീയ മഴ ഞങ്ങളുടെ മേൽ ഈ ദിവസങ്ങൾ പെയ്ത് ഞങ്ങളെ ശക്തീകരിക്കാൻ പോകുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. ഈ 3 ദിവസം നടക്കുന്ന പ്രയറില് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കുവാൻ ആദ്യ നൂറ്റാണ്ടിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന്റെ കരം ഇന്നും കുറിയപ്പോയിട്ടില്ലപ്പ. ഇന്നും പ്രവർത്തിപ്പാൻ എന്റെ ദൈവ ശക്തനാകിയാൽ എന്റെ ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവമാണ് കർത്താവേ. പെട്ടെന്ന് കിട്ടേണ്ട വിഷയങ്ങളില്, പെട്ടെന്ന് മറുപടി തരേണ്ട വിഷയങ്ങളില് പത്രോസിനെ കാലാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചതുപോലെ പെട്ടെന്ന് വിടുതൽ തന്നെ ഞങ്ങളെ ദൈവമാകിയാൽ നന്ദിയോട് സ്തോത്രം. അപ്പൊ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും കർത്താവേ. ആമീൻ കർത്താവേ ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഓരോ വാതിലുകളും തുറന്ന് ഞങ്ങളെ വിടുവിക്കാൻ പോകുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. സൂമിലായിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ അപ്പാ. ആയിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, അപ്പച്ചന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചന്റെ സാന്നിധ്യം ഇല്ലാതെ ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുകയില്ലപ്പാ. പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാനുള്ള കൃപ എന്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ മേൽ പെയ്യിപ്പിക്കുന്ന ഓ നക്ഷത്രങ്ങളെ പേര് വിളിച്ച ദൈവം ഓരോ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവിടെ അനുഗ്രഹിച്ചിരിക്കുന്ന സ്തോത്രം. ലീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും പാസുമാരെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എന്റെ ദൈവം എല്ലാവരെയും ഹല്ലേലൂയ അതിരുകളെ വിസ്താരമാക്കിക്കൊണ്ട് എന്റെ ദൈവം പ്രവർത്തിച്ചിരിക്കുന്നതിനാൽ നന്ദി പറയുന്ന കർത്താവേ. എല്ലാ അപ്പന്റെ പാദപീഠത്തിലെ ആമേൻ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ആർക്കെങ്കിലും ഒരാൾ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ജീസസ്. മ്യൂട്ടായിരുന്നു. Hallelujah, hallelujah, hallelujah. നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒരു നാളും മറക്കരുത് മറക്കരുത് മറക്കരുതെന്ന് എന്റെ ദൈവമേ ഈ രാത്രി അപ്പാ, എന്റെ ദൈവമേ അപ്പാ ഹല്ലേലൂയ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ എന്റെ ദൈവമേ സ്തോത്രപ്പാ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് ഒരു കുടുംബമായി ഈ ദൈവ
ദൈവത്തിന്റെ മക്കൾ എന്ന വലിയ കൃപയിൽ കടന്നു വരുവാൻ അങ്ങ് തരുന്ന ഈ ഭാഗ്യത്തിനായി നന്ദിയോട് സ്തോത്രപ്പാ. ഇന്ന് രാത്രി ഒരു അത്ഭുതത്തിന്റെ രാത്രിയായി അങ്ങ് തീർത്തിരിക്കാൻ നന്ദിയോട് സ്തോത്രപ്പാ. ഇന്ന് ദൈവ സന്നിധിയിൽ ഞങ്ങൾ ഉള്ളുകൊണ്ട് മുട്ടുമടക്കുമ്പോൾ എന്റെ ദൈവമേ സ്തോത്രപ്പാ, എന്റെ ദൈവം ദൈവ സന്നിധിയിലപ്പാ, എന്റെ ദൈവം നന്ദിയോടെ ദൈവ ഭയത്തോടെ ദൈവ സ്നേഹത്തിന്റെ നിറവിലപ്പാ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ എന്റെ ദൈവം ഒരു ആനന്ദത്തിന്റെ രാത്രിയായി, എന്റെ ഒരു സന്തോഷത്തിന്റെ രാത്രിയായി, ഒരു ഉല്ലാസത്തിന്റെ രാത്രിയായി, ഒരു വിടുതലിന്റെ രാത്രിയായി അങ്ങ് വേർതിരിച്ച് ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രപ്പാ. ഈ രാത്രി ദൈവ സന്നിധിയിൽ ദൈവ മക്കൾ നമ്മൾ ഒരുമിച്ച് അപ്പാ ദൈവ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ എന്റെ ദൈവം ഞങ്ങളുടെ നടുവിലപ്പാ, എന്റെ ദൈവമേപ്പാ അത്ഭുതങ്ങൾ അടയാളങ്ങൾ യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ അപ്പാ. എന്റെ ദൈവം രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ അപ്പാ. എന്റെ ദൈവമേപ്പാ ഹല്ലേലൂയ. പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നവർ, എന്റെ ദൈവമേ കടഭാരത്തിൽ കൂടെ കടന്നു പോകുന്നവർ, വേദനയിൽ കൂടെ കടന്നു പോകുന്നവർ, എന്റെ ദൈവമേ അസാധ്യമെന്ന് ചിന്തിച്ച് എന്റെ ദൈവമേപ്പാ ഭാരപ്പെട്ട് നിൽക്കുന്നതിന്റെ നടുവില് എന്റെ ദൈവമേ അപ്പാ അങ്ങയുടെ വലിയ കരം ഞങ്ങളുടെ നടുവിലപ്പാ ചലിക്കുന്ന ഓർത്ത് നന്ദിയോടെ സ്തോത്രം. അങ്ങ് ചങ്ങലകളെ ഉടയ്ക്കുന്ന ഓർത്ത് നന്ദിയോടെ സ്തോത്രം. രോഗികൾ സൗഖ്യമാകുന്ന ഒരു രാത്രിയായി മാറട്ടെ. ഇന്ന് വചനം അങ്ങ് നൽകി ആ വചനത്താൽ ഞങ്ങൾ ജയം പ്രാപിക്കുന്ന ഒരു രാത്രിയായി മാറട്ടെ. എന്റെ ദൈവമേ ഈ വചനം ഞങ്ങളെ അപ്പാ എന്റെ ദൈവമേ അപ്പാ പൂർണ്ണമായും കഴുകുന്ന ഒരു രാത്രിയായി മാറട്ടെ. വിശ്വാസത്താൽ ഞങ്ങൾ ബലപ്പെടുന്ന ഒരു രാത്രിയായി മാറട്ടെ. അങ്ങയുടെ സന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ എന്റെ ദൈവമേ സ്തോത്രപ്പാ അങ്ങ് ഞങ്ങളെ അപ്പാ ഉയർത്തുന്ന ഓർത്ത് നന്ദിയോട് സ്തോത്രപ്പാ. എന്റെ ദൈവമേ സാഹചര്യങ്ങൾ മേലപ്പാ സ്തോത്രം. അങ്ങ് വിടുതൽ നൽകിയിരിക്കാൻ നന്ദിയോട് സ്തോത്രപ്പാ. എന്റെ ദൈവമേ അപ്പാ അങ്ങ് കരുതുന്ന വഴികൾക്കായി നന്ദി, അങ്ങ് കാക്കുന്ന വഴികൾക്കായി നന്ദി, അങ്ങ് ഞങ്ങളെ പുലർത്തുന്ന വഴികൾക്കായി നന്ദി, അങ്ങ് ഞങ്ങളെ പുലർത്തുന്ന വഴികൾക്കായി മറവിനായി നന്ദി അപ്പാ. കോഴി തന്റെ കുഞ്ഞുങ്ങളെ അപ്പാ തന്റെ ചെറയും കീഴിൽ കാക്കുന്ന പോലെ അങ്ങ് ഞങ്ങളെ അപ്പാ ഹല്ലേലൂയ അത്ഭുത ചിറകിന്റെ കീഴിൽ ഞങ്ങളെ കാക്കുന്ന ഓർത്ത് നന്ദിയോട് വേലിക്കായി നന്ദിയോട് സ്തോത്രം. അങ്ങ് നമ്മുടെ ഭവനങ്ങൾ തരുന്ന സമാധാനത്തിനായി നന്ദി, അങ്ങ് ഞങ്ങളുടെ ഭവനങ്ങൾ സന്തോഷം തരുന്നതായി നന്ദി അപ്പൊ അങ്ങ് ഞങ്ങൾക്ക് തലയായി വാഴുന്ന ഓർത്ത് നന്ദിയോട് സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് പൂർണ്ണമായ അടിസ്ഥാനമായിരിക്കാൻ നന്ദിയോട് സ്തോത്രപ്പാ. നിമിഷങ്ങൾ അപ്പാ അങ്ങയുടെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്നപ്പാ. എന്റെ ദൈവമേ അപ്പാ അങ്ങ് നിർത്തിയിരിക്കുന്ന ഓരോ ദാസരെ ശക്തിയോട് അങ്ങയുടെ അധികാരത്തോട് നിർത്തുന്ന ഓർത്ത് നന്ദിയോട് സ്തോത്രപ്പാ. എന്റെ ദൈവമേ കോർണെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആത്മാവിൽ ഗീതങ്ങൾ പാടുവാനും എന്റെ ദൈവമേ അങ്ങയുടെ ഓരോ അപ്പ അങ്ങയുടെ സന്നിധിയിലാണല്ലോ ഉത്തമ ബോധ്യത്തോടെ നമ്മളും അവരോട് കൂടെ ചേർന്ന് പാടുവാൻ, അങ്ങ് ചെയ്ത ഒന്ന് ധ്യാനിച്ചുകൊണ്ട് പാടുവാൻ, അങ്ങ് കരുതിയ വഴികളെ ഒന്ന് ഓർത്തുകൊണ്ട് പാടുവാൻ അങ്ങ് കൃപ ചൊരിയണമേ അപ്പാ. എന്റെ ദൈവത്തിനായി നിർത്തിയിരിക്കുന്ന ദാസനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അപ്പാ. അങ്ങ് മാനിക്കുന്ന ഓർത്ത് നന്ദിയോട് സ്തോത്രം അപ്പാ. അങ്ങ് അപ്പാ എന്റെ ദൈവം കരുതുന്ന ഓർത്ത് നന്ദിയോട് സ്തോത്രം. വചനവുമായി നിൽക്കുന്ന ദാസനെ അപ്പാ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ ശക്തി, അങ്ങയുടെ ബലം ദൈവാത്മാവിലപ്പാ എന്റെ ദൈവ മകനെ നിർത്തുന്ന ഓർത്ത് നന്ദിയോട് സ്തോത്രം അപ്പാ. ആദ്യം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവ് എന്റെ ദൈവ അങ്ങ് ഞങ്ങളെ അപ്പാ നടത്തുന്ന ഓർത്ത് നന്ദിയോട് സ്തോത്രം. സകല മാനവും മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ദൈവത്തെ നമ്മുടെ കരങ്ങളിലേക്ക് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അല്പനിമിഷങ്ങൾ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ശ്രദ്ധ അവിടെ ഇവിടെയും പോകാതെ ഏകാഗ്രതയോടെ ഹല്ലേലൂയ ഗാനങ്ങൾ ഹല്ലേലൂയ പ്രിയ കുഞ്ഞുങ്ങൾ പാടുമ്പോൾ അവരോട് ചേർന്ന് ആയിരിക്കുന്ന ഭവനങ്ങൾ നമ്മൾ ഓരോരുത്തരും കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വം കരയറ്റിയാട്ടെ.
യേശുവിന്റെ നാമത്തിൽ കർത്താവേ ക്ലിയർ ആകട്ടെ പച്ച. യേശുവിന്റെ നാമത്തിൽ ക്ലിയർ ആകട്ടെ. ജീസസ്, ജീസസ്. ജീസസ്. അപ്പാ സ്തോത്രം.
ഓ ദൈവ തേജസ് ഹാലലി നമ്മുടെ ഓരോരുത്തരെയും ഭവനങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കും നേരത്തെ ഹാലലിയ അവന്റെ സ്വാധീനത്തിൽ നമ്മളെ നിറച്ചിരിക്കാൻ ഹാലലിയ നന്ദി ഹൃദയത്തോട് കൂടി ദൈവത്തെ വാഴ്ത്താം വണങ്ങാം ഹാലലിയ ഓ ഹാലലിയ നമ്മുടെ ഹൃദയങ്ങളെ അവന്റെ ഹാലലിയൊന്ന് പകരാം ഹാലലിയ ഹൃദയം നന്ദിയാലൊന്ന് തുടിക്കുവാനാകട്ടെ മിണ്ടാതിരിക്കരുത് ഹാലലിയ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നിടത്ത് കരങ്ങളെ അടിച്ച് ഹാലലിയ ദൈവത്തിന് മേലെ മഹത്വം കരയിക്കട്ടെ ഹാലലിയ സ്തുതികൾ മേൽ വസിക്കുന്ന നല്ല കർത്താവ് ഹാലലിയ അവന്റെ സന്നിധി നമ്മളെ തന്നെ താഴ്ത്തിയേൽപ്പിച്ചപ്പോൾ ഹാലലിയ അവന്റെ സന്നിധി കുമ്പിട്ടപ്പോൾ ഹാലലിയ നമ്മുടെ ശാപങ്ങളെ നീക്കുന്ന നല്ല കർത്താവ് നമ്മുടെ പാപങ്ങളെ ഹാലലി മാറ്റി നല്ല കർത്താവ് ഹാലലിയ നമ്മുടെ തേജസ്സാൽ കൂടി നല്ല കർത്താവ് നമ്മുടെ ഓരോരുത്തരെയും മധ്യത്തിലായിരിക്കാൻ ഹാലലിയ കരങ്ങളെ അടിച്ച് മഹത്വം കരയിക്കാം. Thank you, Jesus.
പുതിയൊരു പാട്ടെനിക്കും തന്നു എൻ ദൈവത്തിനും സ്തുതികൾ തന്നെ. പുതിയൊരു പാട്ടെനിക്കും തന്നു എൻ ദൈവത്തിനും സ്തുതികൾ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. കർത്താവേ എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. കർത്താവേ എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എന്നെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. കർത്താവേ എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. അവൻ നല്ലവൻ, അവൻ ദയോ എന്നുമുള്ളത്. നല്ലവൻ, അവൻ
ദൈവ സാന്നിധ്യത്തിൽ നാം ആത്മബോധത്തോടും സ്പർശനവും അനുഭവിക്കാൻ തക്കോളം ദൈവം ഇടവരുമാറാകണമേ. പരിശുദ്ധാത്മാവാം ദൈവം കരം പിടിച്ചു ദൈവത്തോട് കൂടുതലായി അടുക്കുവാൻ ഇടവരുവാൻ, ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാൻ തക്ക കൂടുതൽ സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാൻ അടുത്ത ഒരു അളവിലേക്ക് കടന്നു ചെല്ലുവാൻ ഇടയായി മാറുന്നതേ നമുക്ക് ചേർന്ന് കരങ്ങളിലേക്ക് Holy Spirit, take complete charge, God. Jesus, this is all about you. Amen. മറ്റൊരു വിഷയമില്ല. Amen. അതിനോട് താനും സംസാരിച്ചാൽ have your way, my master. Hallelujah. Have your way. മഹത്വം അങ്ങേക്ക് മാത്രം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ബി ടു ഗോഡ്. ഹല്ലേലൂയ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മധ്യയായിരിക്കാൻ ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്കായ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് എൻ്റെ മുഖാന്തരം ഒരുക്കി തന്ന പ്രിയ പാസ്റ്ററിനോടുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഫാസ്റ്റിംഗ് പ്രയറിന്റെ ഫസ്റ്റ് നൈറ്റിൽ അടികൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം പ്രകാരം എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി തന്നതിനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനായി പ്രിയ ദൈവ മക്കളെ എടുത്ത് ഉപയോഗിക്കുന്നതിനായി അവരോരോരുത്തരെയും സമൃദ്ധമായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കണം. അത് ഹല്ലേലൂയ. യെസ്, ദൈവനാമ മഹത്വത്തിനായി ദൈവം എടുത്ത് ഉപയോഗിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ഞാൻ അധികം സമയം വർദ്ധിപ്പിക്കാതെ വിഷയത്തിലേക്ക് കടക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ ഫാസ്റ്റിംഗ് പ്രയറിന്റെ തീം ഗോഡ്സ് പ്രസൻസ്, ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ആരാധനയുടെ മധ്യേ ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം എന്നെ ഓർമ്മിപ്പിച്ച ഒരു വിഷയം ഇങ്ങനെയാണ്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വിഷയമാണെങ്കിലും, നാം ഏവരും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണെങ്കിലും, ഒരു കാര്യം ആദ്യം ഞാൻ ഓർമ്മിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്, ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ ഗോഡ്സ് പ്രസൻസ് എന്ന് ഉള്ള ഈ വിഷയം, ഇത് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ കൂടെ മാത്രം അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു വിഷയമാകുന്നു. നാം കാഴ്ചയാലല്ല, നാം വിശ്വാസത്താൽ അത്രേ നാം ജീവിക്കുന്നത്. വിശ്വാസികൾ അങ്ങനെയാകുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിൽ പ്രിയരെ, ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരികട്ടെ. പലപ്പോഴും മനസ്സിലാകുവാൻ കഴിയാതിരിക്കുന്ന സമയങ്ങളിൽ ഈ ഒരു വചനം, ഈ ഒരു വാക്യം നിങ്ങൾക്ക് ഒരുപാട് സഹായകരമാകും. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന് 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: ബൈ ഫെയ്ത്ത് വി അണ്ടർസ്റ്റാൻഡ്. പലപ്പോഴും വിഷയങ്ങൾ നാം മനസ്സിലാക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ഓർത്തുകൊള്ളണം ഈ ഒരു വാക്യം മറ്റൊന്നുമല്ല, ബൈ ഫെയ്ത്ത്. ബൈ ഫെയ്ത്ത് വി അണ്ടർസ്റ്റാൻഡ്. ഈ ഒരു തീം, ഈ ഒരു വിഷയം, അതിന് ആമുഖമായി എന്തായിരിക്കണമെന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ബാല്യകാലത്തിലെ ചില അനുഭവങ്ങളാണ് എൻ്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് പരിശുദ്ധാത്മാവാം ദൈവം നൽകിയത്. മറ്റൊന്നുമല്ല, എൻ്റെ ശൈശവ പ്രായത്തിൽ രാത്രിയുടെ യാമങ്ങളിൽ ഇരുട്ട് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് കടന്നു പോകുക, വലിയ മഴക്കാലത്ത് കറണ്ടൊന്നും ഇല്ലാത്ത സമയത്ത് ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് നടന്നു പോകുവാൻ ഭയങ്കര ഭയമായിരുന്നു. കുറച്ചുകൂടെ വലുതായതിനു ശേഷം
ജീവിത സാഹചര്യങ്ങളിൽ ചില പ്രയാസ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ എങ്ങനെ അതിനെ നേരിടും എന്നുള്ള ഭാരത്തോടു കൂടിയൊക്കെ ആയിരുന്നപ്പോൾ ഗർജിക്കുന്ന ശബ്ദത്തിൽ എൻ്റെ പിതാവ് പറയും, നീ നടന്നോ, ഞാൻ നിന്റെ പിന്നിൽ ഉണ്ട്, അല്ലെങ്കിൽ നീ നടന്നോ, ഞാൻ ഇവിടുന്ന് നോക്കുന്നുണ്ട് എന്ന് പറയും. അത് മതി. എൻ്റെ പിതാവിൻ്റെ ആ ഒരു ഉറപ്പ്, ഞാൻ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിന്നെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ പപ്പ പറയുന്നൊരു വാക്ക ഇങ്ങനെയായിരുന്നു, എന്ത് സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. കർത്താവിൻ പ്രിയരെ, അത് എനിക്ക് നൽകിയ ആ ബലം എനിക്ക് പറഞ്ഞറിയിക്കുവാൻ സാധ്യമല്ല. മറ്റൊന്നുമല്ല, അപ്പൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ്. എൻ്റെ പിതാവിന് അനേക പരിമിതികൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. എന്നാൽ പരിമിതികൾ ഇല്ലാത്ത ജീവനുള്ള രാജാധിരാജാവാം ദൈവം തന്നെ നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ, കർത്താവിൽ പ്രിയരെ, അതിനപ്പുറമായി ഒന്നും തന്നെ വേണ്ട. ഞാൻ പറഞ്ഞുവല്ലോ തുടക്കത്തിൽ, വിശ്വാസത്താൽ മാത്രമേ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒന്ന് രുചിച്ച് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ഇത് മെച്യൂർ ആയിട്ടുള്ള ബിലീവേഴ്സിനുള്ള ഒരു വിഷയമാണ്. വിശ്വാസത്തോടെ മാത്രമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം പങ്കിടുവാൻ താല്പര്യപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ പണ്ട് മുതലുള്ള വിഷയമാകട്ടോ, ദൈവത്തിൻ്റെ കരങ്ങൾ അന്വേഷിക്കുന്ന ഒരു കൂട്ടം ജനം, ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരത്തിൻ്റെ പിന്നിൽ അന്വേഷിക്കുന്ന ഒരു കൂട്ടം ജനം അന്നും ഇന്നും ഉണ്ട്. പലപ്പോഴും സംഭവിക്കുന്ന വിഷയം, ബാഹ്യമായി പലതും കാണുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഉണ്ടോ, അല്ലെങ്കിൽ ദൈവം ഉണ്ടോ എന്ന് വരെ ചിന്തിച്ചു പോകുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. ഇസ്രായേൽ ജനം അഥവാ ദൈവ മക്കൾ, ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ സഹോദര സഹോദരി, ഞാനും നീയും ദൈവ പൈതലാകുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഈ ആദ്യത്തെ രാത്രിയിൽ തന്നെ നമുക്ക് ഉറപ്പോടുകൂടി ആയിരിക്കാം. ദൈവ ജനമാകുന്ന ഇസ്രായേൽ മക്കൾ പല അത്ഭുതങ്ങൾ അവർ കണ്ടു, ദൈവത്തിന്റെ വീര്യപ്രവർത്തികൾ അവർ കണ്ടു, ദൈവത്തിന്റെ കരങ്ങളുടെ പ്രവർത്തികൾ അവർ കണ്ടു. എന്നിട്ടും ഒരൽപ്പം മുൻപോട്ട് പോയപ്പോൾ കുടിക്കുവാൻ വെള്ളമില്ലാതെ വന്ന ആ ഒരു സാഹചര്യത്തിൽ പുറപ്പാട് 17:7 അവർ ചോദിക്കുകയാണ്. അവിടെ കാണുന്നു ഇപ്രകാരം, ദൈവം നമ്മോട് കൂടെ ഉണ്ടോ? കർത്താവിൽ പ്രിയരെ, ഞാൻ നേരത്തെ പറഞ്ഞു, വിശ്വാസത്താൽ മാത്രമാണ് നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ ഓരോ വാഗ്ദത്തങ്ങൾ, ദൈവം നൽകിയിരിക്കുന്ന ഉറപ്പ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, അത് മറന്ന് പോകാതെ മുൻപോട്ട് പോകുവാൻ അത്ര ദൈവം നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ ജനം അപ്രകാരം സംശയത്തിലായി. അവർ റഫദീം എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു എന്ന് അതിന്റെ 8ാമത്തെ വാക്യത്തിൽ കാണുന്നു. റഫദീം എന്ന വാക്കിന്റെ അർത്ഥം സ്വസ്ഥത. എന്നാൽ ആ സ്വസ്ഥതയുടെ നടുവിൽ അമാലേക്യർ അവരോട് യുദ്ധത്തിനായി വന്നു. ജഡത്തെ ചൂണ്ടിക്കാണിക്കുന്ന അമാലേക്യർ. കാഴ്ചയാൽ എന്ന് പറയുമ്പോൾ ജഡീകമായ ചില ഉറപ്പുകളുടെ അനുഭവത്തിൽ മാത്രം വിശ്വസിക്കുന്ന സഹോദര സഹോദരി, നാം അങ്ങനെ ആയി പോകരുത്. അപ്പൻ പറഞ്ഞു കൂടെ ഉണ്ട്, അപ്പൻ പറഞ്ഞു അക്കരയ്ക്ക് എത്തിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ മറക്കരുത്. സങ്കീർത്തനക്കാരനായ ദാവീദ് 27-ാം അധ്യായത്തിൽ ഇങ്ങനെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇപ്പോൾ എനിക്ക് ചുറ്റും നിൽക്കുന്ന ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. അപ്രകാരം പ്രതികൂല സാഹചര്യങ്ങളിലായിരുന്നു ദാവീദ്.
ഏഴാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുകയാണ്, ദൈവമേ ഞാൻ നിന്നോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരം അരുളണമേ എന്നെല്ലാം പറയുന്നതിന് മറുപടിയായി 8ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ഒരു കൽപ്പന ദാവീദ് കേൾക്കുകയാണ്. മറ്റൊന്നുമല്ല, ദൈവം പറയുകയാണ്, എന്റെ മുഖം അന്വേഷിപ്പീൻ. Seek my face. Holy Spirit, ഇന്ന് രാത്രി ഹല്ലേലൂയ കർത്താവിൽ പ്രിയരെ, ഞാൻ ഒരു കാര്യം പറയുവാൻ താല്പര്യപ്പെടുകയാണ്. The presence of God, the presence, അത് വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. അവിടെ ഇംഗ്ലീഷ് ആ വേഴ്സസ് നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തി 1-ന്റെ 2ാമത്തെ വാക്യം അതിൽ കാണുന്നത് ആൻഡ് ഓൺ ദ ഫേസ് എന്ന വാക്ക് എബ്രായ ഭാഷയിൽ പനീം അല്ലെങ്കിൽ പനഹ് എന്ന വാക്ക്, ഫേസ് എന്ന മുഖത്തെ ചൂണ്ടിക്കാണിക്കുന്ന ആ വാക്ക് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. തുടർന്ന് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി 3-ന്റെ 8ാമത്തെ വാക്യത്തിൽ മറ്റൊന്നുമല്ല, ഏദൻ തോട്ടത്തിൽ വെയിലാറുമ്പോൾ അപ്പൻ ഇറങ്ങി വരും. എന്തിനാ? തന്റെ സാന്നിധ്യത്താൽ കുഞ്ഞുങ്ങളോടുകൂടി ചേർന്നിരിപ്പാൻ തക്കോളം കടന്നു വരുന്നത്. ദ പ്രസൻസ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആദമും ഹവ്വയും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും മാറുവാൻ താല്പര്യപ്പെടുന്ന ഒരു ആദമിനെയും ഹവ്വയും അവിടെ കാണുവാൻ കഴിയുന്നു. രണ്ടിടത്തും ഒരേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പറയുവാൻ ഉദ്ദേശിച്ചത്, സ്ഥിരീകരിക്കുവാൻ താല്പര്യപ്പെടുന്നത്, സീക്ക് മൈ ഫേസ്, ദൈവത്തിന്റെ മുഖം, ദൈവത്തിന്റെ സാന്നിധ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതായി ബൈബിളിൽ ത്രൂ ഔട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ കൽപ്പനയാണ്. നീ എന്റെ കരമല്ല അന്വേഷിക്കേണ്ടത്. നീ പ്രയാസങ്ങളിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്, പ്രതികൂല സാഹചര്യത്തിൽ കൂടെ ആയിരിക്കാം. സഹോദര സഹോദരി, അപ്പൻ നമ്മോട് പറയുവാൻ താല്പര്യപ്പെടുന്നത്, അവന്റെ സാന്നിധ്യം അന്വേഷിപ്പീൻ, ദൈവത്തെ അന്വേഷിപ്പീൻ. അത്ഭുതങ്ങളും അടയാളങ്ങളും പിന്തുടരും നമ്മെ. എന്നാൽ നമുക്ക് ഇന്ന് രാത്രി ഹല്ലേലൂയ കർത്താവിൽ പ്രിയരെ, ദൈവത്തെ മാത്രം ഒന്ന് അന്വേഷിക്കാൻ ഇറങ്ങാം. ഇത് ദൈവത്തിന്റെ കൽപ്പന എന്ന് ദാവീദ് പറയുന്നു. ഞാൻ കേട്ടു, ഹൃദയത്തിൽ ഞാൻ കേട്ടു, മറ്റൊന്നുമല്ല, അവനെ അന്വേഷിപ്പാൻ. ഇന്ന് രാത്രി കർത്താവിൽ പ്രിയരെ മനസ്സിലാക്കിക്കോണം, ഇറ്റ് ഈസ് ദ വിൽ ഓഫ് ഗോഡ്, ഇറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹൃദയം, ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ ഹിതമാകുന്നു ഞാനും നീയും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കാൻ, അവനെ ഒന്ന് രുചിച്ചറിയുവാൻ, അവനോടൊന്ന് ചേർന്നിരിപ്പാൻ, അവനോടൊന്ന് പറ്റിയിരിക്കുവാൻ. ഇതാകുന്നു ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി മുതൽ ഓരോ താളുകളിൽ നാം നോക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന പല അടയാളങ്ങൾ നമുക്ക് കാണുവാൻ സാധ്യമാകുന്നു. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവജനം നിലവിളിക്കുകയാണ്. നിലവിളിക്ക് മറുപടിയായി ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. പല അടയാളങ്ങളിൽ കൂടെ രാത്രിയിൽ പകൽ മേഘസ്തംഭം, രാത്രിയിൽ അഗ്നി തൂണായി ദൈവം അവരോട് കൂടെ നടന്നു. പിന്നത്തതില് തിരുനിവാസം അഥവാ സമാഗമന കൂടാരം, ആ പാളയത്തിന്റെ നടുവിൽ എന്തുവാ? മക്കളോട് കൂടെ ആയിരിക്കാൻ, അവരുടെ ജീവിതത്തിന്റെ നടുവിൽ ആയിരിക്കാൻ, തിരു സാന്നിധ്യം ഒന്ന് വെളിപ്പെടുത്തി ജനത്തെ വിടുവിക്കുവാൻ, മക്കളോട് ചേർന്ന് നടക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു പിതാവാം ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പിന്നത്തതിൽ പെട്ടകമായി അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലെല്ലാം തോളിലേന്തി ദൈവത്തെയോട് കൂടെ ദൈവ സാന്നിധ്യം അന്വേഷിക്കുവാൻ തക്കവണ്ണം ദൈവം താല്പര്യപ്പെടുന്നു. യെശയ്യാവ് 7:14 ദൈവത്തിന്റെ ഈ വിശേഷത ഒരു പേരായി വെളിപ്പെടുകയാണ്. മറ്റൊന്നുമല്ല, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ, God with us, God amongst us. ഇത് ദൈവത്തിന്റെ ഹിതം, ഇത് ദൈവത്തിന്റെ താല്പര്യം, ഇതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിന്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ യോഹന്നാൻ 14 അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാസസ്ഥലം ഒരുക്കുന്നു, ഞാൻ ആയിരിക്കുന്ന ഇടത്ത് നിങ്ങൾ ആയിരിക്കേണ്ടതിന്. This is the heart of God, that you and I, we will be with him. Hallelujah. ദൈവം നമ്മോട് കൂടെ ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നു. God wants to spend time with us. God wants to reveal himself to us. Praise the Lord. Hallelujah. കർത്താവിൽ പ്രിയരെ, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പിന്നത്തതിൽ ഞാൻ വിവരിക്കാം. എന്നാൽ
ഇത് ആർക്കുള്ളതാകുന്നു? എങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം? എങ്ങനെ? ഹൗ ക്യാൻ വി നോ ഗോഡ്? ഹല്ലേലൂയ. തുടക്കത്തിലെ ആ വാക്യം ഞാൻ വീണ്ടും കടമെടുക്കുകയാണ്. 2 കൊരിന്ത്യർ 5:7. By faith we walk by faith and not by sight. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ദൈവ പൈതൽ ജീവിതം നയിക്കുന്നത്. അങ്ങനെങ്കിൽ മനസ്സിലാക്കണം, നാം ദൈവ പൈതലായ ആ മാത്രയിൽ എങ്ങനെയാ? യോഹന്നാൻ 1:12 കാണുന്നു, അവനെ കൈക്കൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് മക്കൾ എന്ന പദവി ലഭ്യമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ മക്കളോടുകൂടി അപ്പൻ സമയം ചെലവഴിക്കും. ഹല്ലേലൂയ. അതാണ് വ്യവസ്ഥ. ദൈവ മക്കളോടെ എങ്ങനെ? അവനെ അന്വേഷിക്കുന്നവരോടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാമമാത്രമായ ഒരു വിശ്വാസിക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കാം. ആരെങ്കിലുമൊക്കെ ഓർമ്മിപ്പിക്കേണ്ടി വരുമായിരിക്കും. ബട്ട് ഐ വാണ്ട് ടു ടെൽ യു സംതിങ്. ദൈവത്തിന്റെ വചനം അപ്പൻ പറയുകയാണ്. സങ്കീർത്തനം 27:8 നാം കണ്ടല്ലോ, എന്റെ മുഖം അന്വേഷിപ്പീൻ. It is the will of God that you and I, we should seek the presence of God. ദൈവത്തിന്റെ സാന്നിധ്യം നാം അന്വേഷിക്കേണ്ടതായി ഇരിക്കുന്നു. ദൈവം, God desires that you and I we seek. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ദൈവ മക്കൾക്കുള്ള ഒരു അവകാശമാണിത്. ദൈവ മക്കൾക്കുള്ള അനുഗ്രഹമാണിത്. ദൈവം ആഗ്രഹിക്കുന്നത് നാം ഒന്ന് അന്വേഷിക്കുമെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് 4:8 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, if you seek God, അവനെ നാം അന്വേഷിച്ച് നാം അവനെ ഒന്ന് കണ്ടെത്തുവാൻ ശ്രമിച്ചാൽ, if you take one step, if you draw nigh to God, ദൈവത്തോട് അടുത്ത് ചെന്നാൽ ദൈവം നമ്മോട് അടുത്ത് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാവ് 55:6 കാണുവാൻ വീണ്ടും കഴിയുന്നത്, അവനെ കണ്ടെത്തുവിൻ. അവനെ seek God, seek God, seek God. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 4:29 എങ്ങനെയാണ് ഈ ദൈവത്തിന്റെ സാന്നിധ്യം അന്വേഷിക്കേണ്ടത്? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ നാം അന്വേഷിക്കണം. അങ്ങനെങ്കിൽ നാം ദൈവത്തെ കണ്ടെത്തും എന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം നമുക്കൊന്ന് ചേർന്ന് വായിക്കാം. 2 ദിനവൃത്താന്തം 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. 2 Chronicles chapter 7 verse number 14. നിങ്ങളാകട്ടെ എന്റെ നാമം വിളിക്ക. 14-ാമത്തെ വാക്യം 2 ദിനവൃത്താന്തം 7:14. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു, എന്റെ ജനം ഞങ്ങളെ. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ If my people which are called by my name shall humble themselves and pray and seek my face. ഇതാകുന്നു, this is the verse. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു, എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്നും കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. When we see God, so ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, നാം അന്വേഷിക്കുന്ന ഒരു കൂട്ടമായി മാറണം. പ്രൈസ് ദി ലോർഡ്. മത്തായി 7:7 യേശു പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. എന്തുവാ? യാചിപ്പീൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ എന്നാൽ കണ്ടെത്തും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ എത്ര പേർ ഒരു തീരുമാനമെടുക്കും? ലോർഡ്, ഇത്രയും നാള് it is true that Lord I have accepted you as my Lord and my Savior. ഇതിന്റെ നടുവിൽ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി കർത്താവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വെറും നാമമാത്ര ക്രിസ്ത്യാനിയായി ഇരിക്കുവാനല്ല,
സ്വർഗം നമ്മെ കൊണ്ട് താല്പര്യപ്പെടുന്നത്. രക്ഷയുടെ അനുഭവത്തിലായി ദൈവ പൈതലായി മാറി ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുവാൻ തീരുമാനമെടുക്കുന്ന ഒരു കൂട്ടത്തെയാണ് ദൈവം ഇന്ന് രാത്രി അന്വേഷിക്കുന്നത്. യോഹന്നാൻ 14:15 വാക്യം, യോഹന്നാൻ 14:21 വാക്യം, യോഹന്നാൻ 14:23 വാക്യം പെട്ടെന്ന് ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ 14:15 വാക്യം, 21 വാക്യം, 23 വാക്യം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. 21 വാക്യം. എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. And I will reveal myself. ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം വെളിപ്പെടുത്തും. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം. ആരാ ദൈവത്തെ സ്നേഹിക്കുന്നത്? യേശു പറയുകയാണ്, എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന വ്യക്തിയാണ് എന്നെ സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കൂട്ടത്തിന് ദൈവം, God will reveal himself. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ ദൈവം തന്നെ വെളിപ്പെടുത്തും. 23 വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, അപ്രകാരം ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവജനത്തിന്റെ ഹൃദയത്തിൽ ദൈവം വന്ന് വസിക്കും എന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പഠിപ്പിക്കുന്നു. In other words, the presence of God will dwell in us. Hallelujah. Hallelujah. യോഹന്നാൻ 14:16-17 വാക്യങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നു, യേശു പരിശുദ്ധാത്മാവിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ, 16-17 വാക്യം. അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന് മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് എന്നേക്കും നിങ്ങളോട് കൂടെ. And the Holy Spirit shall be with you forever. ചേർന്ന് പറഞ്ഞാട്ടെ, forever. With us. Emmanuel എന്ന വാക്കിന്റെ ആ പേരിന്റെ അർത്ഥം God with us, God amongst us. Hallelujah. God with us. 17 വാക്യം. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും അവൻ നിങ്ങളോട് കൂടെ വസിക്കും. തിരുനിവാസം നമ്മോട് കൂടെ. The presence of God shall be with us. വായിച്ചട്ടെ, നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. Praise the Lord. Hallelujah. ദൈവ മക്കൾക്കുള്ള വാഗ്ദത്തമാ. ദൈവ മക്കൾ അഥവാ എനിക്കും നിങ്ങൾക്കും ഉള്ള ദൈവത്തിന്റെ വാഗ്ദത്തം. It is our inheritance. ഇത് നമുക്കുള്ളതാണ്. Hallelujah. അന്വേഷിക്കുമെങ്കിൽ നാം കണ്ടെത്തും. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ജീവിത സാഹചര്യങ്ങൾ പല പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തെ പരീക്ഷിച്ചതുപോലെ ദൈവമുണ്ടോ എന്ന് ചോദിച്ചു പോകുവാൻ ഇടവരും. കർത്താവിൽ പ്രിയരെ, by faith we understand. By faith we understand. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ, 2 കൊരിന്ത്യർ 1:20 പറഞ്ഞത്, when he promises it is yes and amen. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റം വരികയില്ല. അതിന് മാറ്റം വരികയില്ല കർത്താവിൽ പ്രിയരെ. And it shall not, because all the promises of God will come to pass. എബ്രായർക്കെഴുതിയ ലേഖനം 6:18 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റം വരികയില്ല. സംഖ്യാപുസ്തകം 23:19 പറയുന്നത്, ദൈവം വ്യാജം പറയുവാൻ മനുഷ്യനല്ല, അവൻ പറഞ്ഞാൽ അത് സംഭവിക്കുന്നത് ചെയ്യും. അങ്ങനെയെങ്കിൽ ദൈവം എനിക്കും നിനക്കും നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു വാഗ്ദത്തമാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. I will be with you. Praise the Lord. Hallelujah. എബ്രായർക്കെഴുതിയ ലേഖനം 13:5 വാക്യം ഇത് തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. I will never leave you. I will never leave you എന്ന് പറയുമ്പോൾ, ഞാൻ ഒരു നാളും നിന്നെ വിടുകയില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അഥവാ the presence of God, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. Hallelujah. ഇരുൾ മൂടും സമയങ്ങളിൽ, പ്രയാസത്തിന്റെ താഴ്വരകളിൽ കൂടെ, കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നു പോകുമ്പോഴും മറക്കരുത്, ദാവീദിന് പറയുവാനുള്ളത്, കൂരിരുൾ താഴ്വരയിൽ കൂടെ ഞാൻ കടന്നു പോയാലും ഒരു അനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. എന്തുവാ? The presence of God is with me.
ദൈവത്തിന്റെ സാന്നിധ്യം യെശയ്യാവ് 43:2 പറയുന്നത്, നീ വെള്ളത്തിൽ കൂടെ ആയിരിക്കാം പോകുന്നത്. കവിഞ്ഞൊഴുകുവാൻ തക്കോണം, നിന്നെ മുക്കിക്കളയുവാൻ തക്കോണമുള്ള വെള്ളത്തിന്റെ അനുഭവത്തിൽ കൂടെ ആയിരിക്കാം പോകുന്നത്, തീയുടെ അനുഭവത്തിൽ കൂടെ ആയിരിക്കാം പോകുന്നത്. എന്നാൽ ദൈവത്തിന് പറയുവാൻ ഐസയ 43:2, എന്നാൽ യഹോവയും ദൈവത്തിന് പറയുവാനുള്ളത് എന്തുവാ? അതിന്റെ നടുവിലും. യെസ്, വായിച്ചാട്ടെ. നീ തീയിൽ കൂടി നടന്നു വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഹല്ലേലൂയ. ഞാൻ നിന്നോട് കൂടെ. ഐ വിൽ ബി വിത്ത് യു. രണ്ടാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ. രണ്ടാമത്തെ വാക്യം, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നോട് കൂടെ. എന്തുവാ? ദൈവത്തിന്റെ സാന്നിധ്യം, വിട്ടുപിരിയാത്ത ദൈവത്തിന്റെ സാന്നിധ്യം. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തവനുമാ. പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നത് ഇതാ. എന്നാൽ സാഹചര്യങ്ങൾ, അതിന്റെ വെളിച്ചത്തിൽ കർത്താവിൽ പ്രിയരെ, നാം ഇത് മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, the presence of God should be a day to day experience. ഇത് ഒരു ലൈഫ് സ്റ്റൈലായി മാറണം. നാം വരുമ്പോൾ പോകുമ്പോൾ, നാം എവിടെയാണെങ്കിലും ഓർത്തുകൊള്ളണം, God is with me. God is with me. മനോഹരമായി 139 സങ്കീർത്തനം അതിന്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് പറയുകയാണ്, ഞാൻ എവിടെ പോയാലും, സ്വർഗത്തിലാണെങ്കിലും പാതാളത്തിലാണെങ്കിലും ഇരുട്ടിലാണെങ്കിലും രാത്രിയിലാണെങ്കിലും, you are with me. Your presence is there. Your presence is everywhere. അതെ, അവൻ സർവ്വവ്യാപിയാം ദൈവമാകുന്നു. അവന്റെ കരങ്ങൾ ചെന്നെത്തുവാൻ കഴിയാത്ത ഒരിടമില്ല. ഏത് വിഷയത്തിന്റെ നടുവിലാണെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം, സഹോദര നിന്നോടുകൂടെ, സഹോദരി നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ ആ വെള്ളമുണ്ടല്ലോ, അതിന് നിന്നെ മുക്കുവാൻ കഴിയുകയില്ല. ആ തീരെ മണം പോലും വരാതെ വണ്ണം അവൻ കാത്തു പരിപാലിക്കും. Praise the Lord. Yes, the presence of God shall never leave you. Hallelujah. ദൈവ പൈതലിനുള്ള വാഗ്ദത്തം മറന്നു പോകരുത്. യോഹന്നാൻ 14:15 പറഞ്ഞത്, so that we don't take it for granted. If you love me, you will keep my commandments. ദൈവത്തോട് മുറുകെ ചേർന്ന് നടക്കുന്നവർക്കുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. Hallelujah. Praise the Lord. ഈ വിഷയം ആഴത്തിൽ ഞാൻ വീണ്ടും പഠിക്കുവാൻ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ, ഇത് മനസ്സിലാക്കുവാൻ ദൈവം എന്നെ ഒരു വേദശകലത്തിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിച്ചു. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങിച്ചെല്ലാം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 21 22 വാക്യം നമുക്ക് വളരെ സ്ലോ ആയിട്ട് വാക്യമായി ചെറുതായിട്ട് നമുക്കൊന്ന് വായിക്കാം. വായിച്ചാട്ടെ. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടത്. Praise the Lord. മതി. ഈ ഒരു വേദഭാഗം എവിടെയാണെന്ന് നമുക്കറിയാം. ഇസ്രായേൽ ജനം മിസ്രൈമിനെ വിട്ട് ഇതാ വാഗ്ദത്ത ദേശത്തേക്ക് കടന്നു പോവുകയാണ്. ഇതെല്ലാം നിഴലാണല്ലോ. രക്ഷിക്കപ്പെട്ട് പഴയ ജീവിതമൊക്കെ ഒന്ന് മാറ്റി മുൻപോട്ട് പോകുന്ന ഒരു കൂട്ടം വിശ്വാസികൾ, അവർ കടന്നു പോകുന്ന സമയത്ത് പിൻപിൽ ഫറവോനും മുൻപിൽ ചെങ്കടലൊന്നും ആയിട്ടില്ല. അതിന് മുൻപേ തന്നെ വരുന്ന ഒരു വാക്യമാണിത്. ഒന്നുകൂടെ വായിച്ചൊരു സഹോദര. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം. അവർ പകലിലും രാത്രിയിലും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം. Which means ദൈവത്തിന് അറിയാം തന്റെ ജനം പകലിലും രാത്രിയിലും യാത്ര ചെയ്യണം. ഇന്നത്തെ പോലെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നുമില്ല. കൂരിരുട്ട്, അഗ്നിസർപ്പങ്ങളും തേളും ഉള്ള മരുഭൂമിയിൽ കൂടെ അവർ കടന്നു പോകുവാൻ അവർക്ക് വെളിച്ചം വേണ്ടതിന് ദൈവത്തിന്റെ സാന്നിധ്യമായി പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി ദൈവം തന്നെ തന്റെ ജനത്തോടു കൂടി നടക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. ദൈവത്തിന്റെ കരുതൽ. Do you see the providence of God? ദൈവത്തിന്റെ സാന്നിധ്യം. സഹോദര, ഞാൻ ഇപ്പോൾ കടന്നിരിക്കുന്നത് what are the blessings of the presence of God. ആദ്യം എന്തുവാ നാം കണ്ടു? പ്രസൻസ് ഓഫ് ഗോഡിന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഇത് ആർക്കുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ സാധ്യമായി. അടുത്തത് ഈ ദൈവ സാന്നിധ്യത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്കൊരല്പ സമയം ചേർന്ന് ധ്യാനിക്കാം. ഇവിടെ കാണുകയാണ് the presence of God. The presence of God
will bring the providence. ദൈവം മുൻപേ തന്നെ ആദിയിലെ അവസാനം അറിയുന്നവനായ യഹോവയാം ദൈവം അവനറിയാം രാത്രി, നിന്റെ ജീവിതത്തിന്റെ രാത്രിയുടെ യാമങ്ങളിൽ നിന്റെ ബുദ്ധിമുട്ടിന്റെ ഒരു സമയം വരുന്നുണ്ട്. ആ ബുദ്ധിമുട്ടിന്റെ നടുവിലും നിനക്ക് യാത്ര ചെയ്യുവാൻ തക്കോണം a God who empowers you, a God who is enabling you. Hallelujah. എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ദൈവം തന്നെ നമ്മുടെ നായകനായി അങ്ങ് മാറും. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടി ഉണ്ടെങ്കിൽ അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ, ഹല്ലേലൂയ, അവൻ എന്നോട് പറ്റിയിരിക്കുക. സങ്കീർത്തനം 91:14-15 ഭാഗങ്ങളിൽ കാണുന്നതാണ്. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ, അവൻ എന്നെ സ്നേഹിക്കുകയാൽ, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവൻ ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. And I will honor him, says God. ദൈവം തന്നെ നമ്മുടെ നായകനായി മാറും. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ കഴിയുന്ന ഹാനോക്കേ, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ കഴിയുന്ന നോഹേ, ഈ കാലഘട്ടത്തിലും നമുക്ക് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ സാധ്യമാകും. That is the presence of God. And we got to practice the presence of God. ശ്രദ്ധിച്ചോ, നമുക്കത് പ്രാക്ടീസ് ചെയ്യണം. അത് യാഥാർത്ഥ്യമായി മാറുവാൻ തക്കവണ്ണം അത് സാധ്യമാകും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഭയപ്പെടുന്ന നാളിൽ യഹോവയിൽ ആശ്രയിക്കും. ഭയം എന്നെയും കൊണ്ട് പോകത്തില്ല. സങ്കീർത്തനക്കാരൻ 56:3 പറയുകയാണ്, ഞാൻ ഭയപ്പെടുന്ന നാളിൽ I will trust in the Lord. എന്നോട് കൂടെ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അപ്പൻ പറഞ്ഞത് എന്തുവാ, നീ നടന്നോ, ഞാൻ നിന്റെ പിന്നിലുണ്ട്. നീ നടന്നോ, ഞാൻ ഇവിടുന്ന് നോക്കുന്നുണ്ട്. സങ്കീർത്തനം 9:3 പറയുന്നത് എന്തുവാ, ശത്രുക്കൾ, ഹല്ലേലൂയ, ശത്രുക്കൾ എനിക്ക് നേരെ വരും, അവർ ഇടറി വീഴും, അവർ ഇടറി വീഴും. എന്തുവാ, നിന്റെ സന്നിധിയിൽ അവർ നശിച്ചു പോകും. ബിക്കോസ് ദ പ്രസൻസ്, ഞാൻ നടന്നു പോകുകയാ, എന്റെ ശത്രുക്കൾ പിൻവാങ്ങുകയിൽ ഇടറി വീഴും. When my enemy will come, they will fall, they will stumble, അവർ നശിച്ചു പോകും. എന്തുവാ, നിന്റെ സന്നിധിയിൽ. The presence of God, because the presence of God is with you. Hallelujah. ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് അവൻ നായകനായി മാറുകയാ. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാ. എന്തുവാ, രാത്രിയിൽ നീ യാത്ര ചെയ്യേണ്ട സമയത്ത് അതിനിപ്പോഴേ ഒരുക്കുകയാ. വീണ്ടും നമുക്ക് ആ വാക്യത്തിലേക്ക് കടന്നു പോകാം. പുറപ്പാട് 13 അതിന്റെ 21-ാമത്തെ വാക്യം. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, സങ്കീർത്തനം 32:8, ഞാൻ അവന്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുക്കും. അവൻ പോകേണ്ട വഴി ഞാൻ അവന് കാണിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സാന്നിധ്യം സഹോദര എനിക്കും നിനക്കും ഉണ്ടെങ്കിൽ നമ്മുടെ ചുവടുകൾ, ഹി വിൽ ഡയറക്റ്റ് യുവർ സ്റ്റെപ്സ്, മുൻപോട്ട് പോകേണ്ട വഴികൾ അവൻ കാണിച്ചു തരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുറപ്പാട് 40:36 നമുക്ക് കാണുവാൻ കഴിയുന്നത് വീണ്ടും the cloud, ഒരു മേഘം വന്ന് തിരുസന്നിധി, തിരുനിവാസം. ഹല്ലേലൂയ. അത് വായിച്ചോട്ടെ, 36-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിന്മേൽ നിന്ന് ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അവർക്ക് വഴികാട്ടിയായി. എപ്പോഴാ പോകേണ്ടത്, എപ്പോഴാ പോകണ്ടാത്തത്, എപ്പോഴാ വിശ്രമിക്കേണ്ടത്. ദിസ് ഇസ് വാട്ട് ഇസ് ദ ബ്ലെസ്സിങ്. ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്നും ഓരോ ഡയറക്ഷൻസ് ലഭ്യമായി നടക്കുന്ന ദൈവ പൈതലിനുള്ള വലിയ ഒരു അനുഗ്രഹമാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വീണ്ടും നമുക്ക് ആ 21-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു പോകാം. എക്സോഡസ് chapter 13 verse 21. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന്. കൂരിരുൾ പാതയിൽ നീ ആയിരിക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന നിമിഷങ്ങളിൽ, രാത്രിയുടെ യാമങ്ങളിൽ നിലവിളിക്കുന്ന സമയങ്ങളുണ്ട്, അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളിൽ, ചില കുരുക്കുകളിൽ, ഹല്ലേലൂയ,
ചില കുരുക്കുകളിലായിരിക്കുന്ന ചിലരോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന് വിളിച്ചു പറയുവാനുള്ളത്, നീ അവന്റെ സാന്നിധ്യം ഒന്ന് അന്വേഷിക്കുമെങ്കിൽ അവൻ നിന്റെ ഇരുട്ടിനെ ഹല്ലേലൂയ പകലായി മാറ്റും. 14:20 പുറപ്പാട് 14:20 അവിടെ കാണുവാൻ കഴിയുന്നത് രാത്രിയെ പകലായി മാറ്റുന്ന ഒരു ദൈവത്തെ അവിടെ നമുക്ക് കാണുവാൻ സാധ്യമാകുന്നുണ്ട്. നിന്റെ രാത്രിയെ പകലായി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരുന്നിടത്ത് ഹല്ലേലൂയ the provision of God. എന്തുവാ? രാത്രിയിൽ തണുപ്പ്. മരുഭൂമിയിലെ തണുപ്പിന് നടുവിൽ മേഘസ്തംഭമല്ല, അഗ്നിത്തൂണായി he comforts you. He comforts you. പകല് വെയിലിന്റെ ചൂട് കാരണം മേഘമായി നിനക്ക് തണലായി. The comfort of a father, the comfort from God. ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. 22ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. 13:22. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന് മുമ്പിൽ നിന്ന് മാറിയതുമില്ല. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി സ്തംഭവും ജനത്തിന്റെ മുൻപിൽ. Praise the Lord. ഞാൻ പറഞ്ഞുവല്ലോ, the leadership of your life will be in the hands of Jesus, and he shall go ahead of you. അവൻ നിന്റെ മുൻപേ കടന്നു പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആർ പ്രതികൂലം? ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ആർ നമുക്ക് എതിർ? അവൻ നമുക്ക് മുൻപേ കടന്നു പോകും. യെശയ്യാ 52:12 പറയുന്നത്, അവൻ നമുക്ക് മുൻപേ കടന്നു പോകും, ദുർഘടങ്ങളെ നിരപ്പാക്കും, ഇരുമ്പോടാമ്പലുകളെ താമ്രവാതിലുകളെ ഖണ്ഡിക്കും, തകർക്കുന്ന ഒരു ശക്തനായ ദൈവം നമ്മുടെ മുൻപേ കടന്നു പോകും. ആവർത്തന പുസ്തകം 31:6-8 ഒന്ന് വായിക്കാമോ? ആവർത്തന പുസ്തകം 31:6-8 വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബലവും ധൈര്യവും ഉള്ളവരായിരിപ്പൻ, അവരെ പേടിക്കരുത്. ഒരു മിനിറ്റ്. ബലവും ധൈര്യവും ഉള്ളവരായിരിപ്പിൻ, അവരെ പേടിക്കരുത്. എന്തുവാ? ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ള സഹോദര, ഉള്ള സഹോദരി, ദൈവത്തിന് പറയുവാനുള്ളത്, അവൻ നിന്റെ മുൻപേ കടന്നു പോകുന്നത് കൊണ്ട് യു ഷുഡ് നോട്ട് ബി അഫ്രൈഡ്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവ പൈതലേ, എനിക്കും നിനക്കും, unless and until we don't experience and practice the presence of God, പ്രയാസ ഘട്ടങ്ങളിൽ മുൻപോട്ട് പോകേണ്ടതിന് പകരം പിൻവാങ്ങുവാൻ ഇടവരും. എന്നാൽ ഇതാ ദൈവത്തിന്റെ വചനം പറയുകയാണ്. എന്തുവാ? ഒന്നുകൂടെ വായിച്ചാട്ടെ. ബലവും ധൈര്യവും ഉള്ളവരായിരിക്കും. Be strong and be of good courage. Cheer. Be of good cheer. എന്താ? അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും വരുത്. കാര്യം എന്തുവാ? നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോകുന്നു. The presence of God will never leave you. നിന്റെ പ്രയാസ വേളയിൽ കൈ മടക്കി കളയുന്ന ഒരു ദൈവമല്ല, നിന്നെ ഉപേക്ഷിച്ച് കളയുന്ന ഒരു ദൈവമല്ല. പ്രിയ അപ്പൻ, the loving living God, our Father in heaven is a loving living God. അവനെ അന്വേഷിക്കുന്നവരെ അവൻ കൈവിടുകയില്ല. സങ്കീർത്തനം 9:10, സങ്കീർത്തനം 9:10, നഹൂം 1:7, സങ്കീർത്തനം 9:10 വായിച്ചാട്ടെ. സങ്കീർത്തനം 9:10. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നു. The one who seek, നീ ദൈവത്തിന്റെ സാന്നിധ്യം അന്വേഷിക്കുന്ന ഒരു പൈതലാണെങ്കിൽ നിന്നെ ഒരു നാളും മറക്കുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്നാ ദൈവത്തിന്റെ വചനം പറഞ്ഞത്. ആവർത്തന പുസ്തകം 31:6 പെട്ടെന്ന് അതിന്റെ അവസാനത്തെ ഭാഗം. ആവർത്തന പുസ്തകം 31:6, 31:8. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും. Praise the Lord. അവൻ നിന്നെ കൈവിടുകയില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. 8ാമത്തെ വാക്യം. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു. He will go ahead of you. അവൻ നിന്നോട് കൂടെ ഇരിക്കും. അവൻ നിന്നോട് കൂടെ ഇരിക്കും. നിന്നെ കൈവിടുകയില്ല. He will not fail you. നീ പരാജയമായി മാറുവാൻ സമ്മതിക്കുകയില്ല. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന, അതിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലേ, നീ ഒരു പരാജയമായി മാറുകയില്ല. ഹല്ലേലൂയ. അത് ഒന്ന് ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ tonight will be a night of blessings in your life. ഹല്ലേലൂയ. മറ്റൊന്നുമല്ല,
We are not seeking his hand. ദൈവത്തിന്റെ ഏതെങ്കിലും അത്ഭുത പ്രവൃത്തിയല്ല നാം ഇന്ന് രാത്രി അന്വേഷിക്കുന്നത്. അവന്റെ മുഖം ആണ് നാം അന്വേഷിക്കുന്നത്. അവന്റെ സാന്നിധ്യം. എന്റെ ജീവിതത്തിൽ എന്റെ ദൈവമേ, നിന്റെ സാന്നിധ്യമാണ് എനിക്ക് പരിപൂർണമായി വേണ്ടത്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിച്ചു പോയതുമില്ല. സങ്കീർത്തനം 34:5. അവന്റെ മുഖം അന്വേഷിക്കുന്നവർ ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കാത്ത ഒരു ദൈവം. Praise the Lord. Hallelujah. തുടർന്ന് ഇസ്രായേൽ ജനം അവർ മുൻപോട്ട് കടന്നുപോയി. അവർ ചെങ്കടലിന്റെ മുൻപിൽ അവർ ക്യാമ്പ് ചെയ്തു എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. പുറപ്പാട് 14:3 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഫറവോൻ ദൂരെ നിന്ന് നോക്കിയിട്ട് പറയുക, അവർ കുടുങ്ങി ഇരിക്കുന്നു. അതാ ഉപയോഗിച്ചിരിക്കുന്ന വാക്കല്ലേ. വായിച്ചാട്ടെ 3 വാക്യം. മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പല വിഷയങ്ങളുടെ നടുവിൽ കുടുങ്ങിയിരിക്കുന്ന സഹോദര സഹോദരി മറന്നു പോകരുത്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി ഉള്ള ദൈവത്തിന്റെ സാന്നിധ്യം മറന്നു പോകരുത്. 10 വാക്യത്തിൽ വീണ്ടും കാഴ്ചയാൽ ജീവിച്ചു പോയ ഒരു കൂട്ടം ജനം പിന്നിൽ നിന്നും ഫറവോനും സൈന്യവും വരുന്നത് കണ്ട് വാവിട്ട് നിലവിളിക്കുക ദൈവത്തോട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്റ്റെപ്പായിട്ട് അവർ ദൈവത്തെ കൂടുതലായി അന്വേഷിക്കുവാൻ തുടങ്ങി. പുറപുറുക്കേണ്ടതിന് പകരം അവർ ദൈവത്തോട് നിലവിളിച്ചു. അവിടെയാണ് വിടുതൽ ഉണ്ടായത്. നിലവിളിച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും എന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്ന ഒരു കൂട്ടം ജനം. കുറവുകൾ ഒരുപാടുള്ളതായിരുന്നു അവർ, എന്നാൽ അവർ ദൈവത്തോട് നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഈ പറയുന്ന അതിന് 19-ാമത്തതും 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. ഫറവോനും സൈന്യവും വലിയൊരു കൂട്ടം ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കുവാൻ കടന്നു വന്നപ്പോൾ മുൻപിൽ ചെങ്കടൽ, പിന്നിൽ ഫറവോൻ, മറു 2 ഭാഗങ്ങളിലും കൂറ്റമായ വലിയ റോക്സ് അല്ലെങ്കിൽ വലിയ പർവ്വതങ്ങൾ. കടന്നു പോകുവാൻ വഴിയില്ല. അവർ ബാഹ്യമായി നാം നോക്കുകയാണെങ്കിൽ അവർ കുടുങ്ങിയിരിക്കുകയാണ്. എന്നാൽ the presence of God was with them. ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടി ഉണ്ടായിരുന്നു. പ്രയാസത്തിന്റെ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ സഹോദര സഹോദരി നമ്മിൽ എത്ര പേർ യഥാർത്ഥമായി മൗനമായി ശാന്തമായി ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പോടെ മുൻപോട്ട് പോകുന്ന നമ്മിൽ എത്ര പേർ കാണും? ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥന താരികൾ, Lord teach me my master to practice your presence. എല്ലാ സാഹചര്യങ്ങളിലും മറന്നു പോകാതെ ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. മുൻപിൽ ചെങ്കടല, പിന്നിൽ ഫറവോന, ഇരുഭാഗങ്ങളിലും രക്ഷ ഒന്നും കാണാത്ത സമയത്ത് seek God because the presence of God is all that you need. ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവ പൈതലേ, വിടുതൽ is with you. The deliverance is right next to you because God is with you. വായിച്ചിട്ട് 19-20 വാക്യം അവിടെ കാണുന്നത് സൈന്യം ഫറവോനും കൂട്ടരും ഇങ്ങനെ അടുത്ത് വന്ന് ഇവരെ നശിപ്പിക്കുവാൻ തക്കോണം കടന്നു വന്ന സാഹചര്യത്തിൽ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവിടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവിടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രൈമ്യരുടെയും സൈന്യവും ഇസ്രായേലിയരുടെ സൈന്യവും തമ്മിൽ അടുക്കാത്തവണ്ണം. Look at the preservation. മിസ്രൈമ്യരുടെ സൈന്യം ഇസ്രായേൽ ജനവുമായി ഒരു കോണ്ടാക്ട് പോലും വരാൻ അനുവദിക്കാതെ അവരെ ഇരുട്ടിൽ ആക്കി മാറ്റി കളഞ്ഞ ദൈവത്തിന്റെ സാന്നിധ്യം. നിന്റെ ശത്രുവിന്റെ ഒരു തന്ത്രവും ഫലിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. If the presence of God is in your camp, ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തിലുണ്ടോ, ദൈവ സാന്നിധ്യം നിന്റെ ഭവനത്തിലുണ്ടോ, നിന്റെ കുടുംബത്തിലുണ്ടോ, നിന്റെ സഭയിലുണ്ടോ, നീ ആയിരിക്കുന്ന സ്ഥലത്തുണ്ടോ, അങ്ങനെങ്കിൽ no weapons formed against you will ever prosper. God will preserve you. God will protect you. അവന്റെ കരുതൽ, അവന്റെ കാവൽ. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ അടിയിൽ മറയ്ക്കുന്നത് പോലെ ദൈവം തന്റെ ദൂതന്മാർ, ദൈവം തന്റെ മക്കളെ തന്റെ തൂവൽ കൊണ്ട് മൂടും.
Hallelujah. Yes, the Lord will do great and mighty things for you because the presence of God is there with you. Hallelujah. തുടർന്ന് താഴോട്ടുള്ള വാക്യം, അടുത്ത വാക്യം കൂടെ വായിക്കുമ്പോൾ അതിന്റെ 21-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ. The miracle begins when you seek the presence of God. സഹോദര സഹോദരി, മോശയ്ക്ക് അല്ലെങ്കിൽ യോശുവയാകട്ടെ കാലേബാകട്ടെ അല്ലെങ്കിൽ ആ ഇസ്രായേൽ മക്കളിൽ ഒരു വ്യക്തിക്ക് പോലും ഇതിനുള്ള പരിഹാരം ഇല്ലായിരുന്നു. അവർ ദൈവത്തോട് യാചിച്ചില്ല, അവർ ദൈവത്തോട് ചോദിച്ചില്ല. God took over. And ഇവിടെ നമുക്ക് കാണുവാൻ സാധ്യമാകുന്നത് ഒരു വലിയ ശക്തി. വായിച്ചാട്ട് അത് ഒന്നുകൂടെ. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ The പിൻവാങ്ങിച്ചു. Lord will do the miracle. The Lord will do the miracle. ഇത് ഈ വേദഭാഗം നമുക്ക് ഏവർക്കും സുപരിചിതമായതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസിലേക്ക് കടന്നു പോകുന്നില്ല. ഉണങ്ങി വരണ്ട നിലത്തിൽ നിന്നും ദൈവജനം അക്കരെ എത്തിയപ്പോൾ മറുഭാഗത്ത് അവർക്ക് സംഭവിച്ചത് നമുക്ക് 28-ാമത്തെ വാക്യം, വെള്ളം മടങ്ങി വന്ന് അതിനു മുമ്പ് 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമയ സ്തംഭത്തിൽ നിന്ന് മിസ്രയീം സൈന്യത്തെ നോക്കി. അത് ശ്രദ്ധിച്ചോ? ആ മേഘസ്തംഭത്തിൽ നിന്നും യഹോവ നോക്കി. The presence of God was with them. എന്നിട്ട് മിസ്രയീം സൈന്യത്തെ നോക്കി മിസ്രയീമിയ സൈന്യത്തെ താറുമാറാക്കി, അവരുടെ രഥങ്ങളെ അവരുടെ ചക്രങ്ങളെ എല്ലാം തെറ്റിച്ചു. വീണ്ടും we get to see where the presence of God is with you. No weapons formed against you will ever prosper. യെശയ്യാവ് 8:10 പല ഗൂഢാലോചനകൾ നിനക്ക് എതിരായി കടന്നു വന്നേക്കാം, അതൊന്നും ഫലിക്കുകയില്ല. Nothing will prosper. Nothing will prosper. Nothing will prosper. ദൈവ പൈതലേ, ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട്. Praise be to God. Hallelujah. അതിന്റെ 28-ാമത്തെ വാക്യം. വെള്ളം മടങ്ങി വന്ന് അവിടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടകളെയും ഫറവോന്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു. Praise the Lord. Hallelujah. This is what will happen. Victory belongs to you. Where the presence of God is with you, അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും, അവിടെ വിടുതലുകൾ സംഭവിക്കും. അവിടെ ഹല്ലേലൂയ 30-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് യഹോവ അവരെ രക്ഷിച്ചു. Praise the Lord. Hallelujah. കർത്താവിൽ പ്രിയരെ, where the presence of God is, 2 കൊരിന്ത്യർ 3:17 ഇങ്ങനെയാ കാണുന്നത്, ദൈവം ആത്മാവാകുന്നു. God is spirit, and where the presence of the spirit is, there is liberty. ദൈവത്തിന്റെ സാന്നിധ്യം എവിടെ ഉണ്ടോ അവിടെ സ്വാതന്ത്ര്യം ഉണ്ട്. Praise the Lord. Hallelujah. സങ്കീർത്തനം 16:11 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. വായിച്ചട്ടെ, 16:11 വാക്യം. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. Praise the Lord. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഉള്ള അനുഗ്രഹങ്ങളാ സങ്കീർത്തനം 34:10 കാണുന്നത്. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി മുഴുവനും പ്രസംഗിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അനുഗ്രഹങ്ങൾ അത് കവർ ചെയ്യാൻ സാധ്യമല്ല. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ തന്നെ അവൻ പറഞ്ഞ അവന്റെ വാഗ്ദത്തങ്ങൾ ഒന്ന് ഓർക്കാമോ? ദൈവം പറയുകയാണ്, ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. യെസ്, നീ ഏത് ഇരുൾ ഏറിയ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോവുകയാണെങ്കിലും, ഏതെല്ലാം പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോവുകയാണെങ്കിലും, യേശുവിന് പറയുവാനുള്ളത്, ഞാൻ ലോകാവസാനം വരെയും നിന്നോടെ കൂടെ ഇരിക്കും. യെസ്, he says he will be with you. He will be with you. പെറ്റമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നിന്റെ പേര് ഞാൻ എൻ്റെ കയ്യിൽ കൊത്തി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറഞ്ഞ യെശയ്യാവ് 49:15-16 കാണുന്നത്.
ദൈവത്തിന്റെ സാന്നിധ്യം. I will never leave you. I will never, never, never എന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ നിന്നെ കൈവിടുകയില്ല. ദൈവത്തിന്റെ സാന്നിധ്യം. These are the promises of God to his children. ഇന്ന് രാത്രി ഓ രാമനാശിഖന രാമനേ, ഓ ശിവന രാമനാസിമനേ, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കടന്നു വന്നാലും അവരുടെ മധ്യേ my presence shall be there എന്ന് പറയുന്ന ദൈവം, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ വില മനസ്സിലാക്കുന്ന മോശ വാവിട്ട് ദൈവത്തോട് പറയുക, ദൈവമേ നിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ നമ്മെ മുൻപോട്ട് അയക്കരുതേ, നമ്മെ മുൻപോട്ട് അയക്കരുതേ. അതിന് മറുപടിയായി ദൈവം പുറപ്പാട് 33:14 പറയുകയാണ്, my presence shall go with thee. My presence shall go with you and I will give you rest. ഇന്ന് രാത്രി എത്ര പേർ ശരിക്കും വാസ്തവമായി ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ സാന്നിധ്യം? ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ എവിടെയാണെങ്കിലും കരങ്ങൾ ഉയർത്തി ദൈവത്തോട് ഒന്ന് യാചിച്ചാട്ടെ. ദൈവമേ എന്റെ ഹൃദയ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിച്ച് തരണമേ. പല സാഹചര്യങ്ങളിൽ പല സമയങ്ങളിൽ ഞാൻ ഏകനാണെന്ന് തോന്നിപ്പോകാറുണ്ട്. പല സാഹചര്യങ്ങളിൽ ദൈവമേ നീ എന്നോട് കൂടെ ഉണ്ടോ എന്ന് തോന്നിപ്പോകാറുണ്ട്. പുതിയ നിയമവിശ്വാസിയെ യേശുവിന്റെ രക്തത്താൽ ഒരു കഴുകലുണ്ട് എന്ന് മനസ്സിലാക്കി, കാൽവറിയിൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ ഒരു കഴുകലുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മളെ അറ്റുകളയുന്ന പാപം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധ്യമല്ല. എന്നാൽ യേശുവിന്റെ രക്തം ഇന്ന് രാത്രി ഹാബേലിനെ കാട്ടിലും മേൽത്തരമായ the better blood, the blood of Jesus that calls out for mercy and grace. Hallelujah. ഇന്ന് രാത്രി ദൈവത്തോട് വാവിട്ടൊന്ന് നിലവിളിച്ച് ദൈവത്തോട് വിശ്വാസത്താൽ ഒന്ന് പറഞ്ഞാട്ടെ, നിങ്ങളുടെ കുറവുകൾ പാപങ്ങൾ കടന്നു വന്നത് സകലതും ഇന്ന് ദൈവത്തോടൊന്ന് നിരപ്പിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇന്ന് കഴിയുമെങ്കിൽ, yes, restore the presence and fellowship with God. 1 യോഹന്നാൻ 1:7 പറയുന്നത് യേശുവിന്റെ രക്തത്താൽ ഒരു കഴുകലുണ്ട്. വെളിപ്പാട് 1:5 പറയുന്നത് യേശു തന്റെ സ്വന്തം രക്തത്താൽ കഴുകും. ഹല്ലേലൂയ. 1 യോഹന്നാൻ 1:9 പറയുന്നത് നമ്മുടെ പാപങ്ങൾ കുറവുകൾ നാം ദൈവത്തോട് ഏറ്റുപറയുവാൻ നമുക്ക് ഒരുക്കമുണ്ടെങ്കിൽ നമ്മുടെ സകലമല്ല നമ്മുടെ സകല പാപങ്ങൾ, നമ്മുടെ സകല കുറവുകളെ അവൻ കഴുകി ശുദ്ധീകരിക്കുവാൻ തക്കണം വിശ്വസ്തനും നീതിമാനുമാകുന്ന ഒരു ദൈവം. യെശയ്യാ 1:18 പറഞ്ഞത്, നിന്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന യേശുവിന്റെ രക്തം. Hallelujah. The only way. Seek the presence of God tonight. Seek the presence of God. ദൈവത്തിന്റെ സാന്നിധ്യമില്ലാതെ, ദൈവം നമ്മോട് കൂടെ ഇല്ലാതെ, ലോകം മുഴുവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിലും അതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. Therefore seek his face tonight. അവന്റെ മുഖം ഒന്ന് അന്വേഷിക്കുമോ? Will you seek his face? Will you seek his face? ആവർത്തന പുസ്തകം 4:29 വാക്യം ഒരിക്കൽ കൂടി നമുക്ക് ചേർന്ന് വായിച്ച് ഇന്ന് രാത്രി ദൈവത്തെ നമുക്ക് അന്വേഷിക്കാം. Deuteronomy chapter 4 verse number 29. ആവർത്തന പുസ്തകം 4:29 വാക്യം. എങ്കിലും അവിടെ വെച്ച് നിന്റെ ദൈവമായ യഹോവയെ നീ തിരക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിക്കുകയും ചെയ്യുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ അന്വേഷിക്കുമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അവന്റെ സാന്നിധ്യം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ പോലും അവൻ സന്ദർശിക്കാതെ പോകത്തില്ല. Because he loves you. നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവാം ദൈവം ഒന്ന് വിളിച്ചാൽ നമ്മുടെ അടുക്കൽ ഓടി വരുന്ന ഒരു ദൈവം, അന്വേഷിച്ചാൽ കണ്ടെത്തും എന്ന് പറഞ്ഞ ദൈവം. He wants you to find him, in fact. Hallelujah. മുടിനായ പുത്രൻ അപ്പനെ ഒന്ന് അന്വേഷിച്ച് തിരികെ പകുതി വഴിയെത്തിയപ്പോൾ ഓടി ഇറങ്ങി വന്ന് തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുത്ത ആ അപ്പൻ
ഇന്ന് രാത്രി he wants to reveal his presence to you. ഒന്ന് വിളിച്ച് അപേക്ഷിക്കാമോ? ഒന്ന് ദൈവത്തിന്റെ മുഖം ഒന്ന് അന്വേഷിക്കാമോ? കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം ഒന്ന് വിളിച്ച് Will you seek God tonight? ഒന്നു വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും, ഒന്ന് സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മരിച്ചൻ മിഴി തുറക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. ഒന്നു തളർന്നാൽ അവനെന്റെ കരം പിടിക്കും, പിന്നെ കരുണാമയനായി താങ്ങി നടത്തും, ശാന്തി പകരും എൻ്റെ മുറിവുണക്കും. എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവനെന്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മരിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. കരങ്ങൾ ഒരിക്കൽ കൂടെ സ്വർഗത്തിലേക്ക് നീട്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയമോനിച്ച ബ്രദർ ഒന്ന് പ്രാർത്ഥന നയിച്ചാൽ. ചെയ്യുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, വണങ്ങുന്നപ്പാ. കൃപയാൽ ആദ്യത്തെ ഹാലലിയ ഒന്നാമത്തെ ഉപവാസ ദിവസം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. അതിനായിട്ട് നമുക്ക് നന്ദി ഹൃദയത്തോടുകൂടി ദൈവത്തെ വാഴ്ത്താം. ഇന്ന് രാത്രികാലവും ശക്തമായി ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മളോട് ഇടപെട്ട വിലപ്പെട്ട ദൈവത്തെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ കൃപയാണ്, കരുണയാണ് പ്രകാരമായിരിക്കുന്നത്. അതുകൊണ്ട് ഹാലലുയ വീണ്ടും അല്പനിമിഷം നമുക്ക് ദൈവത്തെ മഹത്വം കരയറ്റാം. ഹാലലുയ ദൈവം നടത്തിയ വിധത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ സാന്നിധ്യം അക്ഷരീയമായിട്ട് നമ്മുടെ മധ്യത്തിലുള്ളതിനാൽ നമുക്ക് അല്പനിമിഷം കൂടി ദൈവത്തെ ഹാലലുയ പാടി മഹത്വം കരയറ്റാം. ഓ ഗ്ലോറി ടു ഗോഡ്, വി താങ്ക്. എല്ലാവരും അവരവരായിരിക്കുന്ന ഇടത്ത് ഹാലലുയ ഇന്ന് നമ്മളോട് ഇടപെട്ട നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ ഹാലലുയ ദൈവ സന്നിധിയിൽ ഹാലലുയ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഹാലലുയ ദൈവത്തെ പാടി മഹത്വം കരയറ്റാം. സന്തോഷമുണ്ടുല്ലാസമുണ്ട്
തകർന്നതാകയാ കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാ ഇനി തെല്ലും ഭയമില്ലേ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എൻ്റെ യേശുവത്രേ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു മണ്ണിലല്ലൻ നിത്യവാസമെൻ യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ മണ്ണിലല്ലൻ നിത്യവാസമെൻ യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ ഓ ഇനി വെണ്ണീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെണ്ണി ഞാൻ പാർത്തിടുന്നു ഓ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഓ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു പരലോകത്തിൽ ജീവിക്കുന്നു യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു പരലോകത്തിൽ ജീവിക്കുന്നു ഓ ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും രാജരാജനെ വാണിടുവാൻ ഓ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഓ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ ഓ ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ ഓ എനിക്കെല്ലാം എൻ്റെ യേശുവത്രേ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു 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 ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് Glory, glory, hallelujah, hallelujah, hallelujah. Oh, thank you, Jesus. We praise you, God. Hallelujah. Hallelujah, hallelujah. മഹത്വത്തിന് യോഗ്യനായ നല്ല കർത്താവേ, hallelujah, hallelujah, hallelujah. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ, hallelujah, hallelujah. അതിശയകരമായി, അത്ഭുതകരമായി, hallelujah, നമ്മളോട് ഇടപെട്ട നല്ല കർത്താവിനെ നമുക്ക് വാഴ്ത്താം. hallelujah. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. hallelujah, hallelujah. എത്ര സ്തുതിച്ചാലും മതിയാകില്ല, അത്രമാത്രം നമ്മളെ മാനിച്ചു. hallelujah. ഇതിനൊന്നും നമ്മൾ യോഗ്യതയുള്ള അല്ലായിരുന്നാൽ അവൻ നമ്മളെ യോഗ്യതയുള്ള തീർത്തവരപ്പെടുത്തയക്കാൻ നന്ദിയുടെ സ്തോത്ര.
നമ്മളെ കേൾപ്പിച്ച പ്രകാരം ഹല്ലേലൂയ അവനെ അന്വേഷിക്കുന്നതിന് ഹല്ലേലൂയ അവന്റെ മഹത്വം ഹല്ലേലൂയ കാണുവാൻ തക്കണം, അവന്റെ പ്രസൻസ് ഹല്ലേലൂയ അവന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കണം. ഹല്ലേലൂയ ദൈവമായ കർത്താവ് നമ്മളോട് കൂടിയിരിക്കുന്ന നല്ല കർത്താവാണ്. ഹല്ലേലൂയ. Thank you Jesus. Glory to God. Hallelujah. 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 Oh, thank you, Jesus. We praise you, praise you, praise you. Hallelujah. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Hallelujah. Hallelujah. Oh, glory to God. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ തേജസ്സാൽ നമ്മളെ ഓരോരുത്തരെയും മൂടിയ വിലപ്പെടുത്തിയോത്ത് നന്ദി ഹൃദയത്തോടുകൂടി നമുക്ക് ദൈവത്തെ വാഴ്ത്താൻ മടങ്ങാം. Hallelujah. 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 തുടങ്ങിയ കണ്ടക്ഷൻ മുതൽ ഇതുവരെയും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടി നമ്മളോട് ഇടപെട്ട് Hallelujah. ദൈവത്തിന്റെ കൃപയാണ്, കരുണയാണ്. Hallelujah. 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 നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ നല്ല കർത്താവേ, കർത്താവേ, ഈ ഒന്നാമത്തെ ഉപവാസത്തിന്റെ ദിവസം തുടക്കം മുതൽ ഇതുവരെയും ദൈവത്തിന്റെ സാന്നിധ്യത്താൽ അടിങ്ങളെ വിലപ്പെട്ടതയ്ക്കാൻ നന്ദിയുടെ സ്തോത്രം. കർത്താവെ, അങ്ങ് തന്നെ മീറ്റിംഗിനെ ലീഡ് ചെയ്ത് വിലപ്പെട്ടതയ്ക്കാൻ നന്ദിയുടെ സ്തോത്രം. കർത്താവെ, കോർന്ന് കർത്താവെ, അങ്ങ് അധികാരപ്പെടുന്ന നിർത്തി ആത്മാവിൽ നിറഞ്ഞ കർത്താവെ അങ്ങേ ആരാധിപ്പാൻ ഇന്ന് പാൽക്കാലം അത് വിടുതലായി തീരുവാൻ, ജനത്തിന് അനുഗ്രഹമായി തീരുവാൻ തക്കണം. എൻ്റെ സ്വർഗ്ഗപിതാവ് കുഞ്ഞുങ്ങളോട് കൂടെ ഇടപെട്ട വിലപ്പെട്ട തയ്ക്കാൻ നന്ദിയുടെ സ്തോത്രം. എൻ്റെ സ്വർഗ്ഗപിതാവെ, കത്തുദാസനെ കർത്താവേ ഈ സഹോദരനെ മെസ്സേജുമായി കൂട്ടിക്കൊണ്ടുവന്ന് വിലപ്പെട്ട തയ്ക്കാൻ നന്ദിയുടെ സ്തോത്രം. കർത്താവെ, അങ്ങേ നിന്ന് പ്രാപിച്ച് ഇന്ന് രാത്രികാലം വിളമ്പി തരുവാൻ തക്കണം. കത്തുദാസനെ അധികാരപ്പെട്ട് നിർത്തി വിലപ്പെട്ട തയ്ക്കാൻ നന്ദിയുടെ സ്തോത്രം. കർത്താവിൻ്റെ കൃപയാണപ്പാ, കരുണയാണപ്പാ. അങ്ങയുടെ കർത്താവെ സാന്നിധ്യത്താൽ എപ്രകാരം അടിങ്ങൾ അനുഗ്രഹിക്കുക പ്രാപിക്കും. കർത്താവെ, ഹല്ലേലൂയ, അങ്ങ് വെളിപ്പെടുത്തി തന്ന വിലപ്പെട്ട ദൈവത്തിന്റെ സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യത്താൽ കർത്താവേ, ഹല്ലേലൂയ, പ്രിയമകനെ നിറച്ച് അടിങ്ങളും അത് അനുഭവിപ്പാൻ തക്കണം. എൻ്റെ സ്വർഗ്ഗപിതാവ് സഹായിച്ച വിലപ്പെട്ട ദൈവത്തിന്റെ സ്തോത്രം. തുടർന്ന് അങ്ങയുടെ കൃപയ്ക്കലും മൂടിക്കൊള്ളുമാറാകണമേ, ശക്തമായി അങ്ങോട്ട് ഉപയോഗിച്ചുകൊള്ളുമാറാകണമേ, ആയുസ്വാരോഗ്യത്തോടും കൂടി നിലനിർത്തിക്കൊള്ളുമാറാകണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഇത് ലൈവായിട്ട് വിടുവാൻ എൻ്റെ സ്വർഗ്ഗപിതാവ് സഹായിച്ച വിലപ്പെട്ട ദൈവത്തിന്റെ പ്രിയ കുഞ്ഞുങ്ങളോട് കൂടിയിരുന്നല്ലപ്പാ, അങ്ങയുടെ ജ്ഞാനത്താ നിറച്ചല്ലപ്പാ. അതിനായിട്ട് അടിങ്ങളെങ്കിൽ വാഴ്ത്തുന്നു വണങ്ങുന്നപ്പാ. ഇന്ന് കർത്താവേ, ഇന്ന് സൂം മീറ്റിംഗ് ആയി കർത്താവേ, ഈ നടിങ്ങളോട് കൂടെ ആരാധിച്ച ഹല്ലേലൂയ അങ്ങേ മഹത്വം കയറ്റിയ അങ്ങയുടെ സന്നിധിയിൽ ഇരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ അടിങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങയുടെ സാന്നിധ്യത്തെ തുടർന്ന് നിറച്ചുകൊള്ളുമാറാകണമേ കർത്താവേ. ഇനിയുള്ള 2 ദിവസം കർത്താവേ അടിങ്ങൾ ഉപവാസത്തോട് കൂടിയായിരിക്കുമ്പോൾ കർത്താവേ വിദാ ഹല്ലേലൂയ അടിങ്ങള് ഹല്ലേലൂയ പട്ടിണി ഇരിക്കുന്നവരായി തീരുവാനല്ല, ഉപവാസം അങ്ങയോട് ചേർന്നായിരിപ്പാൻ ഉപവസിപ്പാൻ തക്കണം. എൻ്റെ സ്വർഗ്ഗപിതാവ് അടിങ്ങൾ എല്ലാവരെയും സഹായിക്കുമാറാകണമേ. ആത്മാർത്ഥമായിട്ട് കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ അങ്ങേ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ സ്വർഗ്ഗപിതാവിന്റെ സാന്നിധ്യവും സാമീപ്യവും കർത്താവെ ഹല്ലേലൂയ ഉണ്ടായിരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കർത്താവെ, എല്ലാ സഹോദരങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവ, എല്ലാ സഹോദരികളെ അനുഗ്രഹിക്കുന്നവ, എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവ, അങ്ങയുടെ കൃപയും സമാധാന അനുഗ്രഹങ്ങളും എല്ലാവരോടും കൂടിയിരിക്കുമാറാണ്. ഇന്ന് കർത്താവെ ഇത് അടിങ്ങളോട് കൂടെ ചേർന്ന് ആയിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കുടുംബമായിട്ട് അനുഗ്രഹിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നവ അങ്ങ് പ്രകാരം ചെയ്തിരിക്കാവുന്നതിനോട് സ്തോത്രം. കർത്താവ്, അടുത്ത ദിവസങ്ങളും കർത്താവേ തുടർന്നും കർത്താവെ അങ്ങയുടെ സാന്നിധ്യത്തിൽ തന്നെ അടിങ്ങളായിരിക്കാൻ അടിങ്ങൾ എല്ലാവരെയും സഹായിക്കുമാറാകണേ. വീണ്ടും കർത്താവെ, നാളത്തെ ദിവസം കൂടി വരുന്നവരെയും അങ്ങയുടെ സാന്നിധ്യത്താൽ മറച്ചുകൊള്ളുമാറാകണം. കർത്താവെ, അടിങ്ങളിൽ ഉപവാസത്തോടു കൂടി ആയിരിക്കുമ്പോൾ ലോകത്തിന് അനുരൂപമാകാൻ ഇടയാകാതെ വേണം അങ്ങോട്ട് ചേർന്നായിരിക്കാൻ അടിങ്ങൾ എല്ലാവരെയും സഹായിക്കുമാറാകണമേ. അങ്ങപ്രകാരം ചെയ്യുന്ന പോലെ പ്രതയിക്കാവുന്നതിയുടെ സ്തോത്രം. മഹത്വം പുകഴ്ചയും എല്ലാം അങ്ങേക്കായിരുന്നു. എല്ലാം ഞങ്ങൾക്ക് ജീവനും രക്ഷ നൽകിയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലപ്പെട്ട നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശിസ് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സാമീപ്യവും നമ്മളെല്ലാവരോടും, നമ്മൾ ഇന്ന് കേട്ട വചനത്തോടും ഏറ്റെടുത്ത തീരുമാനത്തോടും ഇപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെയും ഉപവാസത്തോടുകൂടി നമുക്ക് കടന്നു വരാം. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ലോകത്തിൻ്റെ ഇമ്പങ്ങളായിരിക്കാനല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മളായിരിക്കാൻ, ദൈവത്തോട് ചേർന്നായിരിക്കാൻ ആളുകൾ നാളെ ഒരുക്കത്തോടുകൂടി നമുക്കെല്ലാവർക്കും ദൈവത്തെ മഹത്വം ദൈവ സാന്നിധ്യം അക്ഷരിമാറ്റ് അനുഭവിപ്പാം. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. God bless you. God bless you.